നമസ്കാരം. പാർലമെൻറ്റ് ഇന്നും സ്തംഭിച്ചിരിക്കുകയാണ്. തുടർച്ചയായി പാർലമെൻറ്റ് സ്തംഭിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം അവസാനിക്കാൻ ഇനി ഒരു നാൾ മാത്രമേ ഉള്ളൂ. ജൂലൈ 20 ആരംഭിച്ച സമ്മേളനം ഓഗസ്റ്റ് 13 അവസാനിക്കാനിരിക്കെ രാജ്യത്തിൻ്റെ പരമോന്നത ജനാധിപത്യ വേദിയിൽ നിന്ന് ഉയരേണ്ടത് ഗൗരവമുള്ള ചർച്ചകളും ജനങ്ങളുടെ പ്രശ്നങ്ങളിലെ തീരുമാനങ്ങളും ആയിരുന്നു. അതാണോ സംഭവിച്ചത്? പ്രതിഷേധം, ബഹളം, മുദ്രാവാക്യം, സഭ പിരിയൽ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി പ്രതിഷേധവും പോലീസ് നടപടിയും അതിനെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിലെത്തി വിശദീകരണം നൽകണമെന്ന പ്രതിപക്ഷ ആവശ്യവും എല്ലാം ചേർന്ന് വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചു. ഇതെല്ലാം പാർലമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ തുടർച്ചയായി ബാധിച്ചു. സർക്കാർ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പറയുന്നു. ആഭ്യന്തരമന്ത്രി സഭയിൽ പ്രസ്താവന നടത്തണമെന്ന ഉറപ്പ് ആണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. അത് നൽകുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം മറ്റൊന്നാണ്. അമിത്ഷാ നേരിട്ട് സഭയിലെത്തി മറുപടി പറയാത്തത് എന്തുകൊണ്ട്? വിദ്യാർത്ഥികളുടെ പ്രതിഷേധം, പോലീസിൻ്റെ നടപടി, രാജ്യവ്യാപകമായി ഉയർന്ന ചോദ്യങ്ങൾ, ഇത്രയും ഗൗരവമുള്ള വിഷയങ്ങൾ ആഭ്യന്തരമന്ത്രി തന്നെ പാർലമെൻറ്റിൽ എത്തി വിശദീകരിക്കാത്തത് എന്തുകൊണ്ട്? എന്താണ് അതിൻ്റെ തടസ്സം? ഇതിനൊപ്പം മറ്റൊരു രാഷ്ട്രീയ ചോദ്യവും ഉയരുന്നു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർലമെൻറ്റിലെ നിർണായക ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതോ പ്രതിപക്ഷം രാഷ്ട്രീയ സമ്മർദ്ദം സൃഷ്ടിക്കാൻ വേണ്ടി ഈ നേതാക്കളുടെ സാന്നിധ്യത്തെ ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റുകയാണോ? ഇന്നും പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ലോക്സഭയിൽ കേരളത്തിൻ്റെ പേര് മാറ്റുന്ന ഒരു ബില്ല് വന്നു. കേരളം എന്നത് പേര് ഔദ്യോഗികമായി മാറ്റാനുള്ള ഒരു ബില്ല് വന്നു. അതോടൊപ്പം തന്നെ ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബില്ല് വന്നു. ഇത് പാസ്സായി. എന്നാൽ നിർണായകമായ നിയമങ്ങൾ പോലും ചർച്ചയില്ലാതെ ബഹളത്തിനിടയിൽ ശബ്ദ വോട്ടോടെ പാസ്സാകുന്ന സാഹചര്യമാണ് ഉയരുന്നത്. അത് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. പാർലമെൻറ്റ് സമ്മേളിക്കുന്നു, പക്ഷേ പാർലമെൻറ്റിൽ ചർച്ചകൾ നടക്കുന്നുണ്ടോ? ജനങ്ങളുടെ നികുതിപ്പണം ചിലവഴിച്ച് പ്രവർത്തിക്കുന്ന രാജ്യത്തിൻ്റെ പരമോന്നത നിയമനിർമ്മാണ സഭയിലെ ബില്ലുകൾ അവതരിപ്പിക്കുകയും പാസ്സാക്കുകയും ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഓരോ നിയമവും അതിൻ്റെ പ്രത്യാഘാതവുമൊക്കെ വിശദമായി ചർച്ച ചെയ്യേണ്ടതല്ലേ? ഭരണപക്ഷത്തെ ചോദ്യം ചെയ്യുക എന്നത് പ്രതിപക്ഷത്തിൻ്റെ അവകാശമാണ്. ആ ചോദ്യങ്ങൾ സഭയ്ക്കുള്ളിൽ ഉന്നയിക്കേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വമല്ലേ? അതേസമയം ചർച്ച ആവശ്യപ്പെടുന്ന പ്രതിപക്ഷം തന്നെ സഭ തടസ്സപ്പെടുത്തുകയാണെന്നാണ് സർക്കാരിൻ്റെ ആരോപണം. ശരിയായ ജനാധിപത്യ മാർഗമല്ല ഇത് എന്നവർ പറയുന്നു. ഇതോടൊപ്പം തന്നെ ഭരണഘടനാ വിഷയമായി മറ്റൊരു കാര്യം കൂടി ഉയരുകയാണ്. രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചർച്ചകളിൽ അത് നിറയുകയാണ്. ഡീലിമിറ്റേഷൻ. ലോക്സഭയിലെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനുള്ളതാണ് ആ നീക്കം. പ്രവർത്തിക്കാത്ത പാർലമെൻറ്റിൽ അംഗങ്ങൾ കൂടിയിട്ട് എന്ത് കാര്യം? ബഹളത്തിനിടയിൽ നിയമങ്ങൾ പാസ്സാകുമ്പോൾ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ കൂടുതൽ സമയം ചിലവഴിക്കേണ്ടതല്ലേ? അവർ നേരിട്ട് കാര്യങ്ങളിൽ ഇടപെടേണ്ടതല്ലേ? അമിത്ഷാ സഭയിലെത്തി മറുപടി പറയണമെന്ന പ്രതിപക്ഷ ആവശ്യം ന്യായമല്ലേ? സഭ തടസ്സപ്പെടുത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം ആരുടേതാണ്? ഭരണപക്ഷത്തിൻ്റെയാണോ അതോ പ്രതിപക്ഷത്തിൻ്റെയാണോ? അതോ ഇത് രണ്ടുപേർക്കും ഇതിൽ കൃത്യമായ പങ്കുണ്ടോ? ജനങ്ങളുടെ ശബ്ദം കേൾക്കേണ്ട പാർലമെൻറ്റ് തന്നെ ദിവസങ്ങളോളം സ്തംഭിച്ചാൽ ജനാധിപത്യം അതിൻ്റെ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് ഉറപ്പാക്കാനാകുമോ? പാർലമെൻറ്റ് ജനാധിപത്യത്തിൻ്റെ വേദിയാണെങ്കിൽ ആ വേദി പ്രവർത്തിക്കേണ്ടത് ബഹളത്തോടെയല്ല, സംവാദത്തിലൂടെയാണ്. പാർലമെൻറ്റ് സ്തംഭിക്കുമ്പോൾ ജനാധിപത്യം സ്തംഭിക്കുന്നുണ്ട്. അതോ ഈ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾ തന്നെയാണോ ജനാധിപത്യത്തിൻ്റെ ഭാഗം? ആരാണ് ഈ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി? ഭരണപക്ഷമോ പ്രതിപക്ഷമോ അതോ രണ്ടുപേരുമോ? എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. സുപ്രധാനമായ ബില്ലുകൾ പാർലമെൻറ്റിൽ എത്തുമ്പോഴാണ് ഈ ബഹളത്തിനിടയിൽ അതെല്ലാം അപ്രസക്തമായി പോകുന്നത്. എന്നോടൊപ്പം വിജയകുമാർ ചേരുന്നുണ്ട്. നിരവധി പേർ യൂട്യൂബിലും ചേരുന്നുണ്ട്. ഞാൻ ആദ്യം വിജയകുമാറിലേക്ക് പോകുന്നു. പട്ടാമ്പിയിൽ നിന്നാണ് വിജയകുമാർ ചേരുന്നത്. വിജയകുമാർ, തുടർച്ചയായ പാർലമെൻറ്റ് സ്തംഭനം ശ്രീ വിജയകുമാർ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായും അമിത്ഷാ പങ്കെടുക്കാത്തത് വളരെ ഏറ്റവും മോശമായിട്ടുള്ള കാര്യം. ആഭ്യന്തരമന്ത്രിയാണല്ലോ. ഇവിടെ വിദ്യാർത്ഥി പ്രസവത്തിനെതിരായിട്ടുള്ള ആ സമരത്തിനെ ശരിക്കും ചോരയിൽ മുക്കിക്കൊള്ളുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്തരം ഒരു സന്ദർഭത്തിൽ കൂടി ശരിക്കും അമിത്ഷാ പങ്കെടുക്കും എന്ന് പറയുകയല്ലോ, പങ്കെടുക്കുന്നില്ല. പക്ഷെ അത് മാത്രം ഏറ്റവും നന്നായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ആ സമയത്ത് ഈ ബില്ലുകൾ വെറുതെ പാസ്സാക്കിയിട്ട് അതൊന്നും കാര്യമില്ല.
അപ്പോൾ അത് പ്രതിപക്ഷം അതിന് പിന്നെ മോശമായി ചിത്രീകരിക്കുക അങ്ങനെയൊന്നുമില്ല. പ്രതിപക്ഷം ശരിക്കും സഹകരിക്കുക ചെയ്യും. അത് അമിത്ഷാ പങ്കെടുക്കുക തന്നെ വേണം. അമിത്ഷാ ശരിക്കും അഹങ്കാരത്തിന്റെ പാർട്ടി. ആദ്യം നമുക്ക് നമ്മൾ തന്നെ കാണാം, അഹങ്കാരത്തിന്റെ ഒരു മൂർത്തിഭാവമാണ് ഈ അമിത്ഷാ. പക്ഷെ അതൊന്നും ശരിയാവില്ല എന്ന് മൂപ്പർക്കന്നെ മനസ്സിലായി. ശരിക്കും പിന്നെ നമ്മുടെ പ്രധാനന്റെ രാജ്യമൊക്കെ അതിന്റെ തുടർച്ചയാണല്ലോ. അപ്പൊ എന്തായാലും അമിത്ഷാ പങ്കെടുക്കണം. പിന്നെ ചർച്ചകളൊക്കെ നന്നായി പോകണം. കാലക്കാർ വേണ്ടെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. അതെ, സുപ്രധാനമായ ബില്ലുകൾ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരികയാണ്. FCRA ബില്ലിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ വരുന്നു. ഇനി വരാനിരിക്കുന്നത് ആകെ ഒരു ദിവസം മാത്രമാണ്. ഈ വർഷകാല സമ്മേളനം ആരംഭിച്ചതിന് ശേഷം പാർലമെന്റ് കൃത്യമായി കൂടി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയില്ല. പാർലമെന്റിന് പുറത്താണ് പലപ്പോഴും തർക്കങ്ങൾ നമ്മൾ കാണുന്നത്. രാമചന്ദ്രൻ എന്നോടൊപ്പം ചേരുന്നു പാറശാലയിൽ നിന്ന്. ശ്രീ രാമചന്ദ്രൻ, ഈ പാർലമെന്റ് തടസ്സപ്പെടുത്തുന്നത് സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് എന്ന ആക്ഷേപം എങ്ങനെയാണ് ശ്രീ രാമചന്ദ്രൻ കാണുന്നത്? സർ നമസ്തേ സർ, ഞാൻ രാമചന്ദ്രൻ പാറശാല. സാറേ എനിക്ക് പറയാനുള്ളത്, ഇവര് പാർലമെന്റ് തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇവിടുത്തെ ഭരണം മോശമാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടാൻ പറ്റുമോ അതൊക്കെ കാട്ടിക്കൂട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് അമിത്ഷാ വന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവർ കാണിക്കുന്നതിൽ അർത്ഥമില്ല. അമിത്ഷാ ധ്യാനത്തിന് പോയിരിക്കുകയാണ്. അദ്ദേഹം ഇനി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അപ്പൊ അതിന്റെ ആ വഴിക്ക് അങ്ങ് പോകും. പക്ഷെ ഇവരെ ഈ കാണിക്കുന്നത് അത്രയും വെറുതെയാണ്. ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇവരെ ഇവിടെ ഇത്രയൊക്കെ സമരം ചെയ്തിട്ടുണ്ട്, എന്താണ് ചെയ്യാൻ കഴിഞ്ഞത്? ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ അവര് പാസ്സാക്കേണ്ടതൊക്കെ പാസ്സാക്കി. ഈ പാസ്സാക്കാൻ ഏതെങ്കിലും ഒരു ബില്ല് ഇവരെ കൊണ്ട് പാസ്സാക്കാതിരിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളു സാർ കാര്യങ്ങൾ. ഇവര് കാണിക്കുന്ന ഒരു അർത്ഥമില്ല. അത് ജനങ്ങൾ മനസ്സിലാക്കുന്നു. ഇത് മോഡിയും അമിത്ഷായും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവര് കാണിക്കുന്നതൊക്കെ ജനങ്ങൾ ഇവർക്ക് തന്നെ തിരിയട്ടെ എന്നുള്ള രീതി കൊണ്ടാണ് അവര് മിണ്ടാതിരിക്കുന്നത്. ശരി, വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. പക്ഷേ എന്നോടൊപ്പം നിറയെ പേർ യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. ഷിജു ചേർന്നിട്ടുണ്ട്. നമസ്കാരം മനു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നോട് ഷിജു ചോദിക്കുന്നത്, പൊതുവേദി ഈസ് ദ റീസൺ ഫോർ പാർലമെന്റ് സ്തംഭനം ബിക്കോസ് വി ആർ ഡിസ്കസിങ് ദിസ് ടോപ്പിക് എന്നൊക്കെ തമാശയായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഡൊണാൾഡ് ഡക്ക് എന്നോടൊപ്പം ചേരുന്നു. യെസ്റ്റർഡേ ഈവനിങ് ലൗഡ് ക്രൈസ് വർ ഹേർഡ് ഫ്രം ന്യൂസ് 18 റൂം എന്നാണ് പറയുന്നത്. ആഫ്റ്റർ TG ഗോട്ട് ബെയിൽ റിയലൈസിങ് ദി എഫേർട്ട് ഓൺ യെസ്റ്റർഡേസ് പൊതുവേദി ടു പോർട്രേറ്റ് TG. ശരി, അപ്പോൾ ഡൊണാൾഡ് ഡക്കിന് ഇന്നലെ നമ്മുടെ പൊതുവേദിയിലെ TG മോഹൻദാസിനെ പറ്റിയുള്ള പരാമർശങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ശരി, ഓക്കെ. അദ്ദേഹത്തെ ഒരു കുറ്റവാളിയാക്കി ചിത്രീകരിക്കാനുള്ള ഒരു രീതി അങ്ങേയറ്റത്തെ പരാജയമായി പോയി എന്നൊക്കെ ഡൊണാൾഡ് ഡക്ക് എന്നോട് പറയുന്നു. ശരി, ഓക്കെ. അപ്പോൾ പ്രമോദ് നാണു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എനിക്ക് ചുവന്ന ഹൃദയങ്ങൾ അയക്കുന്നു. എ പേഴ്സൺ ഈസ് ഇന്നസെൻ്റ് അണ്ടിൽ പ്രൂവൺ ഗിൽറ്റി മേ ബി ലീവ് ദി വെർഡിക്ട് ടു ദ കോർട്ട് എന്ന് എന്നോട് ഡൊണാൾഡ് ഡക്ക് പറയുന്നു. കിഷോർ കോന്നി എന്നോട് ഹായ് എന്ന് പറയുന്നു. ശ്രീ മുരളീധരൻ നായർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ ഡോക്ടർ MP മണി പറയുന്നത് 1947 മുമ്പ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് മേധാവിത്വം അന്നത്തെ ദേശീയ പ്രസ്ഥാനമായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിലായിരുന്നു സമരം. പിന്നീട് സമരം ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ തമ്മിലായി. അതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് പറയുന്നു. ഓക്കെ, ജയകുമാർ ഉണ്ട്. നന്ദകുമാർ എന്നൊരു പ്രേക്ഷകനോടൊപ്പം ചേരുന്നുണ്ട്. പ്രതിപക്ഷം സഹകരിക്കാത്തത് കൊണ്ട് ഇത്രയും നിയമങ്ങൾ ചർച്ചയില്ലാതെ പാസ്സായി. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം അവരുടെ ചുമതല നിർവഹിക്കാത്തത് എന്ന് നന്ദകുമാർ എന്നോട് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ സുനിൽ ജോസഫ് എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. എനിക്ക് ഹായ് മനു സാർ എന്നൊക്കെ പറയുന്നുണ്ട്. നിറയെ പൂക്കളും അതുപോലെ ഒക്കെ ചുവന്ന പൂക്കൾ അയച്ചിട്ടുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടിയും എന്നോടൊപ്പം ചേരുന്നു. പ്രദീപ് എന്നോടൊപ്പം ചേരുന്നു തിരുവനന്തപുരത്തു നിന്നാണ്. പ്രദീപ്, നമസ്കാരം മിസ്റ്റർ മനു. നമസ്കാരം. ഞാൻ പ്രദീപ് തിരുവനന്തപുരം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു വേറെ ഏതെങ്കിലും പ്രദീപാണ്. പ്രദീപ് നാട്ടിലേക്ക് മടങ്ങി വന്നോ? ഞാനിപ്പോ ഒരു 10-12 ദിവസം ഉണ്ട് നാട്ടില്. ഞാൻ ഇടയ്ക്ക് വിളിച്ചിരുന്നു ഒരു ദിവസം ഞാൻ ഇടയ്ക്ക് വിളിച്ചിരുന്നു. നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിനെയും അതേപോലെ തന്നെ നാടിലെ ശുചീകരണത്തെ കുറിച്ചൊക്കെ പറഞ്ഞു ഒരു ദിവസം ഉണ്ടായിരുന്നു. മിസ്റ്റർ മനു, എന്റെ ഒരു അഭിപ്രായത്തിലെ ഈ അവസരം നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് പ്രതിപക്ഷം അവിടെ പോയി ഇരിക്കണമെന്ന് എനിക്ക് സംശയമുണ്ട്. ഈ എന്തുമാത്രം വികസനങ്ങൾ നടത്തേണ്ട നാട്ടിന് ഗുണകരമായി രാജ്യത്തിന് ഗുണകരമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഭരണപക്ഷത്തെ പ്രേരിപ്പിക്കുകയും അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു നടപടിക്കെതിരെ ആ നടപടിക്ക് അനുകൂലമായി ഇവർ ഒരു കാര്യം ഈ കഴിഞ്ഞ 12 വർഷമായി ഇവർ ഒരു കാര്യം അനുകൂലിച്ചതായി കാണുന്നില്ലല്ലോ മിസ്റ്റർ മനു. ഒരു കാര്യം ഒരു രാഷ്ട്രീയ കക്ഷികൾ ഇങ്ങനെയാണോ? വെറുതെ അങ്ങ് എതിർക്കുകയാണോ? ഞാൻ നോക്കുക ഡെമോക്രാറ്റും അതേപോലെ തന്നെ റിപ്പബ്ലിക്കനും അവര് കോമൺ ആയിട്ട് ഇപ്പൊ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്നാന്നറിയാവോ?
ഇന്ത്യക്കെതിരെ 100% താരിഫ് അങ്ങ് ഇന്ത്യക്കും ചൈനയ്ക്കും എടുക്കണം. അതെന്തെന്നറിയാവോ? അവർ രാജ്യത്തിന് വേണ്ടിയാണ് അവിടെ ആൾക്കാർ ജീവിക്കുന്നത്. ഇവിടെ പ്രാന്തന്മാരെ പോലെ കിടന്നടി തലക്ക് വെളിവില്ലാത്തവന്മാരെ പോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൂടെ? രാഷ്ട്രീയം കളിക്കുകയാണ് മിസ്റ്റർ മനു. ഐ എം സോ സോറി ടു സേ ദാറ്റ്. രാഷ്ട്രീയം എന്തിനാ കളിക്കുന്നേ? ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നടത്തൂ രാഷ്ട്രീയം. നിങ്ങൾ നോക്കൂ, പാർലമെന്റിൽ ഇന്നത്തെ പാകിസ്ഥാന്റെ പാർലമെന്റിൽ പറഞ്ഞത് കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുന്നതാണ് അവർക്ക് ഏറ്റവും അഭികാമ്യം. BJP ഭരിക്കുന്ന കാലത്തോളം, മോദി ഭരിക്കുന്ന കാലത്തോളം അവരുടെ പരിപ്പ് ഇവിടെ വ്യാപത്തില്ല, അവിടെ വ്യാപത്തില്ലെന്നാ പറയണേ. സോ ദേ ലൈക്ക്, അവരിഷ്ടം എന്താണെന്നറിയാവോ? ഇന്ത്യയിൽ കോൺഗ്രസ് വേണമെന്നുള്ളതാ. ഈ കോൺഗ്രസ് വരട്ടെ. ഞാൻ ചോദിക്കണം, നിങ്ങൾ എന്തിനാണ് അൺനെസസറി ആയിട്ട് രാജ്യത്തിന്റെ വികസനം കണ്ണിൽ കണ്ടുകൊണ്ട് വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാതെ ചുമ്മാ വായ്ത്താരി അടിച്ച് എന്തിനാ ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവണില്ല. ഇതിന്റെ പോയിന്റ് എന്താണ് മിസ്റ്റർ മനു? അതേപോലെ ഒരു ഇവിടുന്ന് ഓട് പൊളിച്ചിറങ്ങിയ കുറെ MP മാരുണ്ടല്ലോ, ഒരു ബ്രിട്ടാസ്, അദ്ദേഹം ആ പാർലമെന്റിൽ പോയി കിടന്ന് എന്തൊക്കെയാ വിളിച്ചു പറയണേ? ലോജിക് എന്തെങ്കിലും സത്യാവസ്ഥയുള്ള കാര്യമാണോ പറയണത്? അത് ആ പറഞ്ഞതോട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സവർക്കറെ കുറിച്ച് പറയുന്നു. സവർക്കർ, ഹലോ, കേൾക്കുന്നു. സവർക്കറെ കുറിച്ച് പറയുന്നത്, സവർക്കർ ആണോ ലോകത്തിൽ മാപ്പ് എഴുതി കൊടുത്തത്? 16 തവണ മാപ്പ് എഴുതി കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകാരനായ ഡാങ്കെ ആയിരുന്നു. അറിയാലോ, ആരെ കാണാൻ വേണ്ടിയാണ്? പിന്നെ ഷൂ നക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൊതുവെ കിടന്ന് വിളിക്കുന്നു. കാലാപാനി എന്ന സിനിമയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഗോവർദ്ധൻ അല്ലേ ഷൂ നക്കിയത്? ഭാര്യയെ കാണാൻ പോകാൻ വേണ്ടി. ഇവിടെ വീര സവർക്കർ എവിടെയാണ് കാൽ നക്കിയത്? ഇതിനൊക്കെ മാധ്യമ പ്രവർത്തകർ പോലും ഇതിന്റെ കൂട്ട് നിൽക്കുന്നുണ്ടല്ലോ. നോക്കൂ, ഞാൻ പറയുന്നത്, നിങ്ങൾ അനാവശ്യമായ വിഷയങ്ങളെ എടുത്തിട്ട് ജനങ്ങൾക്ക് ഗുണമില്ലാത്ത കാര്യങ്ങളെ എടുത്ത് ഈ പാർട്ടി പാർട്ടിയെ പോലത്തെവരെ കൊണ്ടുവന്ന് നാട് മുടിക്കാതെ നാട്ടിന് വേണ്ടി യൂണിറ്റി ആയിട്ട് ചെയ്യൂന്നേ. എന്തെങ്കിലും കാര്യങ്ങൾ നല്ലത് ചെയ്യൂ. താങ്ക് യു സോ മച്ച്. യെസ്, ഓക്കെ. ശരത്ത് എന്നോടൊപ്പം ചേരുന്നു, ബാലരാമപുരത്തുനിന്ന്. ശരത്തെ, ഇത് ഭരണപക്ഷം ഇത് വളരെ ക്രിയാത്മകമായി മുന്നോട്ട് പോകുന്നു. പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രതീക ഇതാണെന്നാണ് പ്രദീപ് എന്നോട് പറയുന്നത്. ശരത്ത് അതിനോട് യോജിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ ഭരണപക്ഷം പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് നേരത്തെ പറഞ്ഞ അതേ അഭിപ്രായത്തോട് തന്നെയാണ് എനിക്ക് യോജിപ്പുള്ളത്. ഇവരെന്തിനാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തർക്കങ്ങൾ ഉന്നയിക്കുന്നത്? ഇതുകൊണ്ടുള്ള ജനങ്ങൾക്ക് കിട്ടുന്ന നേട്ടം എന്താണ്? നേരത്തെ ചോദിച്ച അതേ ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് കുറെ കാലം കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണല്ലോ ഇത്. യെസ്, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. എന്നോടൊപ്പം കൂടുതൽ പേർ യൂട്യൂബിൽ ചേർന്നിരിക്കുന്നു. അപ്പോൾ സവർക്കർ രാഷ്ട്രപിതാവാകുമോ എന്നൊക്കെ എന്നോട് കൃഷ്ണൻകുട്ടി ചോദിക്കുന്നുണ്ട്. ഓക്കെ, കുമാരി പത്മജ എന്നോട് പറയുന്നു, ബോത്ത് റൂളിംഗ് ആൻഡ് ഒപ്പോസിഷൻ പാർട്ടീസ് ആർ വേസ്റ്റിംഗ് ടൈം for no use. Actually they should be paid according to the hours they are participating in assembly എന്ന് എന്നോട് പറയുന്നു. പ്രദീപിനെ പിന്തുണച്ചുകൊണ്ട് നമ്മുടെ സുനിൽ, അതുപോലെ ഡൊണാൾഡ് ഡക്ക് ഒക്കെ എത്തിയിരിക്കുന്നു. മുരളീധരൻ നായർ പ്രദീപിനെ പിന്തുണയ്ക്കുന്നു. ശിവദാസൻ നായർ, എനിക്ക് ശിവദാസൻ നായരുടെ പേര് എപ്പോഴും അല്ല സദാശിവൻ നായരുടെ പേര് എപ്പോഴും വായിക്കുമ്പോൾ തെറ്റിപ്പോകാറുണ്ട്. ഇന്ന് ഞാനത് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, പക്ഷേ എന്നും തെറ്റിപ്പോയി. വേറെ ശിവദാസൻ നായറുണ്ട്, സദാശിവൻ നായരുണ്ട്. അപ്പോൾ സദാശിവൻ നായർ നമുക്കൊപ്പം ചേർന്നിരിക്കുന്നു. നമസ്കാരം എന്ന് പറയുന്നു. നാളെ കർക്കിടക വാവാണ്, പിതൃക്കളെ സ്മരിക്കുന്ന പുണ്യദിനം. എല്ലാവർക്കും കർക്കിടക വാവ് ആശംസകൾ നേരുകയാണ് നമ്മുടെ ശ്രീ ശശിധരൻ പിള്ള. അപ്പോൾ കർക്കിടക വാവ് അങ്ങനെ ആശംസിക്കാറുണ്ടോ? കുഴപ്പമില്ല എന്ന് വിചാരിക്കുക അല്ലേ? ഓക്കെ, അപ്പോൾ ശ്രീ പങ്കജാക്ഷൻ നായർ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ, എനിക്ക് എപ്പോഴും ചുവന്ന ഹൃദയങ്ങളും പൂക്കളും അയക്കുന്നത് പോലെ ഇന്നും അയച്ചിട്ടുണ്ട്. ശ്രീമതി ശാന്തകുമാരി, അവരും എനിക്ക് നമസ്കാരം എന്ന് പറയുന്നു. കൃഷ്ണകുമാർ ഹൈദരാബാദിൽ നിന്നാണ് ചേരുന്നത്. കൃഷ്ണകുമാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അതായത് എനിക്ക് പറയാനുള്ളത്, തുടർച്ചയായിട്ട് പാർലമെന്റിൽ വരാതിരിക്കുന്ന പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയും രാജ്യത്തോട് ചെയ്യുന്നത് പൊതുദ്രോഹമാണ്. കാരണം ഇവര് കോളേജ് സ്റ്റുഡൻസ് ഒന്നല്ല. കോളേജ് സ്റ്റുഡൻസ് ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോണ മാതിരി ഒരാള് ക്ലാസ് കട്ട് ചെയ്ത് മിഡ് നൈറ്റിൽ റീൽസ് ഇറക്കുക, വേറൊരാള് പാർലമെന്റിൽ വരാണ്ട് പാർലമെന്റിന്റെ വരാന്തയിൽ വന്ന് അവരുടെ പാർട്ടി മെമ്പേഴ്സിനോട് നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഇതൊന്നല്ല വേണ്ടത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അവരുടെ ഒരു ആക്ഷേപം, ഇത് ഇവർ സംസാരിക്കാനോ വരാനോ വിശദമായി പറയാനോ തയ്യാറാണ്, പക്ഷെ ഇത് കേൾക്കാൻ പ്രതിപക്ഷം തയ്യാറാവില്ല. മുമ്പൊക്കെ പ്രധാനമന്ത്രി വന്നിട്ടില്ലല്ലോ. ഈ സെഷനിൽ വന്നോ പ്രധാനമന്ത്രി ഏതെങ്കിലും ദിവസം? എന്റെ അറിവിലില്ല. അല്ല, ഇതിന് ഇപ്പൊ അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഉദാഹരണം, ഈ മണിപ്പൂർ വിഷയം വലിയ തോതിൽ ചർച്ച ചെയ്യണമെന്ന് പ്രധാനമന്ത്രി വന്നപ്പോൾ അവർ ഇറങ്ങിപ്പോയി. അപ്പൊ ഇതാണ്, നിങ്ങൾ കേൾക്കാൻ തയ്യാറാണെങ്കിൽ വരാനും പ്രസ്താവിക്കാനും തയ്യാറാണെന്നാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇറങ്ങിപ്പോയതായിരിക്കും. പക്ഷെ ഇത്രയും ദിവസം തുടർച്ചയായിട്ട് ഇവരും എലക്റ്റഡ് മെമ്പേഴ്സ് അല്ലേ, ജനങ്ങളെ എലക്ട് ചെയ്തവരല്ലേ പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നവരും. അതിനൊരു വാല്യൂ കൊടുക്കേണ്ടതല്ലേ? സ്വന്തമായിട്ട് ഭൂരിപക്ഷം ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ കുതികാൽവെട്ട് നടത്തി അംഗസംഖ്യ കൂട്ടിന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്.
അതോടൊപ്പം ഒരു കാര്യം പറയാനുണ്ട്. തുടർച്ചയായിട്ട് വിലപേറിയ ചർച്ചകൾ നടക്കേണ്ട ഈ സഭയാണ്. അവിടെ ഇങ്ങനെ തുടർച്ചയായിട്ട് തടസ്സപ്പെടുന്നതും തെറ്റായുള്ള ഒരു നടപടിയാണ്. എല്ലാ പാർട്ടികളും ആലോചിച്ചുകൊണ്ട് കൂടിയിരുന്ന് ആലോചിച്ചുകൊണ്ട് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രതിഷേധത്തിന് പ്രത്യേക രീതിയിലുള്ള ഒരു മാനം കണ്ടെത്തണം, സഭാ നടപടികൾ തടസ്സപ്പെടാതിരിക്കാൻ. ഇപ്പൊ അവിടെ നമ്മളൊരു ഒരു ഒരു ഞാനിപ്പോ ഒരു ദൃശ്യം നേരത്തെ നമ്മൾ കാണിച്ചല്ലോ, സഭയ്ക്ക് പുറത്ത് ആളുകൾ നാടകം കളിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇതൊക്കെ ഇതൊക്കെ നമ്മൾ തെരുവിൽ ചെയ്യാം, പ്രതിഷേധം ചെയ്യാം. ഒരു സഭയിലേക്ക് നമ്മൾ ഒരു MP യെ തെരഞ്ഞെടുത്ത് അയക്കുമ്പോൾ ഇതാണോ നമ്മൾ അയാളിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നല്ല പക്ഷേ തെരുവില് സാധാരണ ജനങ്ങള് പ്രതിഷേധിക്കുന്ന മാതിരി MP-മാരും MLA-മാരും പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രതിഷേധത്തിന്റെ വില കുറയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ സഭാ നടപടികൾ തടസ്സപ്പെടുന്നതും തെറ്റാണ് തുടർച്ചയായിട്ട്. അതായത് ഒരു കാര്യം ചെയ്യണം, ഇതേപോലെ സഭാ നടപടികൾ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടെങ്കിൽ വിലയേറിയ ബില്ലുകളൊന്നും അവതരിപ്പിക്കരുത്, അത് മാറ്റിവെക്കണം. അതിനുശേഷം സ്പീക്കറുടെ നേതൃത്വത്തിൽ 2 പക്ഷത്തിനെയും വിളിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിച്ചതിന് ശേഷം സഭ തുടർന്നു കൊണ്ടുപോകാനുള്ള നടപടികൾ വേണം. കാരണം ബില്ല് പാസ്സാക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, പ്രതിപക്ഷത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് വേണ്ടിയോ മാത്രമല്ലല്ലോ. അപ്പോ അവരുടെ ഒരു അവകാശമാണ് ആ ബില്ലിനെ കുറിച്ചുള്ള പ്രോപ്പർ ചർച്ച. കാരണം പ്രതിപക്ഷത്ത് അംഗങ്ങളെ അവിടെ തെരഞ്ഞെടുത്ത് അയച്ചത് കുറെ ജനങ്ങൾ തന്നെയാണ്. ആ ജനങ്ങളുടെ അവകാശമാണ് ലംഘിക്കപ്പെടുന്നത് പ്രോപ്പറായിട്ടുള്ള ചർച്ച നടന്നില്ലെങ്കിൽ. സത്യത്തിൽ ഇക്കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷന് വലിയൊരു റോളുണ്ട്. ഒരു സഭയിൽ മനഃപൂർവ്വം ഇതുപോലെ ആബ്സെന്റ് ആയിരിക്കുന്ന ആൾക്കാരെ അടുത്ത ഇലക്ഷൻ അവർ നോമിനേഷൻ കൊടുക്കുമ്പോൾ അതിൽ ക്ലോസ് വയ്ക്കണം. കാരണം സ്റ്റുഡൻസ് എക്സാം എഴുതുന്ന സമയത്ത് അവരുടെ ക്ലാസ് അറ്റൻഡൻസ് എഴുതുന്ന മാതിരി ഇവർ ഇത്ര ദിവസം സഭ കണ്ടക്ട് ചെയ്തു, ഇത്ര ദിവസം അറ്റൻഡ് ചെയ്തു, ഇത്ര ദിവസം ആബ്സെന്റ് ആണ്. ഇതിപ്പോ എന്തോ കാഷ്വൽ ലീവാണോ, പ്രിവിലേജ് ലീവാണോ, അതോ വേറെ ഏതെങ്കിലും മെറ്റർനിറ്റി ലീവാണോ, ഇവർക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്ന തന്നെയില്ല ഇവരിങ്ങനെ സഭയിൽ വരാതിരിക്കുമ്പോ. അപ്പൊ അത് അവരുടെ പേരിലുള്ള ഒരു ഡ്രോബാക്ക് ആയിട്ട് കണക്കാക്കിക്കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഡിബാർ ഏർപ്പെടുത്തുക, അങ്ങനെയുള്ള ഒരു നടപടി ഇലക്ഷൻ കമ്മീഷനാണ് വേണം. പക്ഷെ ഇവിടെ ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കുന്നത് ഇപ്പൊ ഭരണകക്ഷിക്കാർ മാത്രമാണ്. മുമ്പാണെങ്കിൽ ചീഫ് ജസ്റ്റിസിന് റോൾ ഉണ്ടായിരുന്നു, അതുപോലും എടുത്തു കളഞ്ഞുകൊണ്ട് എല്ലാം ഭരണകക്ഷിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ പ്രതിഷേധം ഉണ്ടാവും. ഇതിന് എനിക്ക് മുമ്പ് സംസാരിച്ച ഒരാളുടെ സംസാരം എനിക്ക് കേട്ടു, എന്തോ ഒരു നല്ല കാര്യം ചെയ്ത മാതിരി പാർട്ടികളെ ആക്ഷേപിക്കുന്നുണ്ട്, ആള് പ്രതിപക്ഷത്തെ ആക്ഷേപിക്കുന്നുണ്ട്, സവർക്കറെ പുകഴ്ത്തുന്നുണ്ട്. എനിക്ക് ഇതിനോടൊന്നും ഒരു യോജിപ്പില്ല. കാരണം ഇവരൊക്കെ ചെയ്യുന്നത്, ഈ പ്രതിപക്ഷം ചെയ്യുന്നതിനെ ഞാൻ യോജിക്കുന്നു. പക്ഷെ സഭാ നടപടികൾ തടസ്സപ്പെടാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് നമുക്ക് ആവശ്യം വേണ്ടത്. അല്ലാതെ തുടർച്ചയായിട്ട് സഭ നഷ്ടപ്പെടുന്നതിന്റെ നഷ്ടം നമുക്ക് തന്നെയാണ്. കാരണം ഇവർക്ക് ആ സഭ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന ചെലവ് നമ്മളുടെ ടാക്സ് കൊടുക്കുന്ന മണിയാണ്. അതുപോലെ വ്യക്തമാണ്, താങ്കളുടെ നിലപാട് കൃത്യമാണ്. ഇതിന്റെ പണം കൊടുക്കുന്നത് നമ്മളാണ്. ഇപ്പൊ പുതിയൊരു സംവിധാനം കൂടി ആലോചിക്കുകയാണ് രാജ്യം. നിയമസഭ ഈ പാർലമെന്റിൽ, ലോക്സഭയിൽ ആളുകളുടെ അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ എണ്ണം ജനസംഖ്യാനുപാതമായി വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. അത് ജനസംഖ്യയുടെ അനുപാതത്തിലല്ല, മറിച്ച് സംസ്ഥാനങ്ങൾ നിലവിലുള്ള ഇത് വെച്ച് അതിനെ ഇരട്ടിയാക്കണം എന്ന നിലപാട് വേറെ ചിലർ എടുക്കുന്നു. ഇരട്ടി ആൾ പോയാലും, ശ്രീ സലീമാണ് എന്നോടൊപ്പം മലപ്പുറം ചേരിച്ച്, ശ്രീ സലീം, ഇരട്ടി ആൾ പോയാലും ഇതുപോലെ സഭയ്ക്ക് പുറത്ത് നാടകം കളിക്കലും ഈ ബഹളവുമല്ലാതെ സഭ എന്തിനാണ് എന്ന കാര്യം എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു പക്ഷത്തെ പിടിച്ച് പറയില്ല, 2 പക്ഷവും ഒരു വിഭാഗം അവിടെ വരുന്നില്ല, മറുവിഭാഗം ഇതുപോലെ ഇതിന് പുറത്ത് നാടകം കളിക്കുകയാണ്. ശ്രീ സലീമിന് എന്താണ് തോന്നുന്നത്? ഇത് 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴേ അവർക്ക് ഭരിക്കാനുള്ള സൗകര്യത്തിന് ഉണ്ടാക്കി വെച്ച ചില നിയമങ്ങൾ, അതായത് ഒരൊറ്റ വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ഭരിക്കാം, ബില്ല് പാസ്സാക്കാം എന്ന വ്യവസ്ഥ കൊണ്ടുവന്നത് കോൺഗ്രസും അവരുടെ ചിന്തകളും തന്നെയല്ലേ. പിന്നെ പ്രതിപക്ഷം ചർച്ച ചെയ്താലും ഇല്ലെങ്കിലും ബില്ലുകൾ പാസ്സാവും. ചർച്ച ചെയ്യാത് നല്ല പ്രശ്നം. ചർച്ച ചെയ്തുകൊണ്ട് ഏതെങ്കിലും ബില്ല് തള്ളിപ്പോയതായിട്ട് എന്റെ അറിവിലില്ല. അല്ല, പക്ഷെ അത് ഒരു പ്രതിപക്ഷം ഒരു ബില്ല് സഭയിൽ വരുമ്പോൾ നോക്കൂ, അതിന് ഇന്ന പോരായ്മകളുണ്ട്, അല്ലെങ്കിൽ ഇന്ന നേട്ടങ്ങളുണ്ട്, ഞങ്ങളിതിനെ പിന്തുണയ്ക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളിതിനെ എതിർക്കുന്നു പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ജനം അത് ശ്രദ്ധിക്കുന്നു. ജനങ്ങളുടെ ചില സംശയങ്ങൾ ഒരു ബില്ലിനെ സംബന്ധിച്ചുണ്ടാകും, അതവിടെ ഉയരുന്നു. ഇപ്പോൾ കേരളം എന്ന പേര് കേരളം എന്ന ഔദ്യോഗികമായി ആക്കുന്നതിൽ ഒരു പക്ഷേ വലിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ വേറെ FCRA പോലുള്ള ബില്ലുകൾ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റു പല ബില്ലുകൾ വരുമ്പോൾ അത് വലിയ തോതിൽ അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ബില്ലുകളാണ്. അത് ആരെയൊക്കെ ബാധിക്കും, ആ ബാധിക്കുന്ന ആളുകളുടെ വിഷയങ്ങൾ അവിടെ ഉന്നയിക്കണം. അതൊന്നും സംഭവിക്കുന്നില്ല. മറിച്ച് കുറേ ആളുകൾ രാവിലെ വരുന്നു, ബഹളം വയ്ക്കുന്നു, കുറേ ആളുകൾ വരുന്നില്ല, പിന്നെ കുറേ പേർ പുറത്തു പോകുന്നു. ഈ പപ്പു യാദവിനെയൊക്കെ എനിക്ക് നേരിട്ടറിയാം. അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ മൂല്യത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഒരുപക്ഷെ
പ്രതിപക്ഷമൊക്കെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ എന്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ബീഹാറിലെ നടപടികൾ എന്നൊക്കെ നമുക്കറിയാം. ഇവരൊക്കെ അവിടെ നിന്ന് നാടകം കളിക്കുന്നു. ആ നിലവാരത്തിലേക്ക് ഈ പാർലമെൻറ്റിനെ കൊണ്ടെത്തിക്കുകയാണ്. അതെ, പ്രതിപക്ഷം എന്നാൽ ഭരണപക്ഷം ചെയ്യുന്ന എല്ലാ കാര്യത്തിനും എതിർക്കുക എന്നുള്ളൊരു നിലപാടായിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കുഴപ്പം. പിന്നെ ഇവര് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരൊറ്റ ഭേദഗതി പോലും ഇല്ലാതെ എത്രയോ ബില്ലുകൾ പാസ്സായിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ പ്രശ്നം ഈ ഭരിക്കുന്ന പാർട്ടിന്റെയും ഉണ്ടാക്കി വെച്ച നിയമമാണ് ഒന്നാമത്തെ പ്രശ്നം എന്നാണ് എന്റെ അഭിപ്രായം. ഒരൊറ്റ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഒരു പാർട്ടിക്ക് ഭരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല. മിനിമം ഒരു ഇത്ര പെർസെന്റേജെങ്കിലും ഭൂരിപക്ഷം വേണമെന്നുള്ള ഒരു ഇത് വേണ്ടിയിരുന്നു. ഇത് കോൺഗ്രസ് തന്നെ അവർക്ക് സൗകര്യത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് ഉള്ള ഇത് നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ തന്നെ ഉണ്ടാക്കി വെച്ച നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ, EMS സർക്കാരിനെ പിരിച്ചുവിട്ടു, ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ, നിർബന്ധ ബന്ധീകരണം, എന്തൊക്കെ പരിപാടികളാണ് അവർ നടത്തിയത്. ഇതൊക്കെ ഇപ്പൊ ഒരു തിരിച്ചടി കിട്ടിയപ്പോൾ അവർക്ക് ലക്ഷം പദം വരും. എന്തായാലും മോദി സർക്കാർ ചെയ്യുന്ന ഒരുപാട് അബദ്ധങ്ങൾ, അതായത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുണ്ട്. അവർക്കിപ്പോ ഭയങ്കര അതീവ ധാർഷ്ട്യാണ് അവരുടെ മനസ്സിൽ. എന്ത് ചെയ്താലും ചോദിക്കാൻ ആളില്ല എന്നുള്ളൊരു അവസ്ഥ വന്നിട്ടുണ്ട്. പ്രതിപക്ഷം ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഞാൻ ശ്രീ റഷീദ് കൊയിലാണ്ടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. റഷീദ് കൊയിലാണ്ടി, ഒരു പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കണം, പ്രതിപക്ഷമാണ് ഈ വിഷയങ്ങളൊക്കെ ഉന്നയിക്കേണ്ടത്, അതൊക്കെ ശരി തന്നെ. പക്ഷേ അവിടെ നിന്ന് മാറി ഈ തെരുവ് നാടക രീതിയിലേക്ക് പാർലമെൻറ്റിനെ കൊണ്ടെത്തിക്കുമ്പോൾ അത് ആശാസ്യമാണോ? പാർലമെൻറ്റിനകത്ത് ഈ അമിത്ഷാ വരണം എന്ന് പറയുന്നതിൽ തെറ്റില്ല, പ്രധാനമന്ത്രി വരണം എന്ന് പറയേണ്ടതാണ്, അതൊക്കെ കറക്റ്റാണ്. പക്ഷേ അവിടെ നിന്ന് നിർത്തിയിട്ട് അവർ വന്ന് ഇത് വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളത് കേൾക്കുന്നില്ല എന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ് സർക്കാരിൻ്റെ ഒരു ആക്ഷേപം. മറിച്ച് ഈ ബഹളവും ഗോഗോ വിളികളും ഈ പുറത്തുള്ള ഈ തെരുവ് നാടകവും പപ്പു യാദവിനെ പോലുള്ള ആളുകളെ കൂട്ടുപിടിച്ച് നടത്തുമ്പോൾ ഈ പാർലമെൻറ്റിനെ നോക്കി യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ ഗൗരവത്തോടെ കാണുന്നവർ എന്തു പറയണം? എന്റെ പ്രിയങ്കരനായ മനു, നമ്മൾ ഈ പാർലമെന്റ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് എന്തിനു വേണ്ടിക്കൊണ്ടാണ്? പാർലമെന്റ് അംഗങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ സർവതോന്മുഖമായ പുരോഗതി ലക്ഷ്യം വെച്ചുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരിക. ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഗവൺമെന്റ് പ്രതിപക്ഷം എന്നൊന്നുണ്ടാവുമല്ലോ, ആ പ്രതിപക്ഷത്തിന്റെ ശബ്ദം കേൾക്കണം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒക്കെ ഒരു മെമ്പർ ആണെങ്കിൽ പോലും ആ മെമ്പർ എന്തു പറയുന്നു, ആ രാജ്യത്തിന്റെ ഗുണത്തിന് വേണ്ടിയാണോ ദോഷത്തിന് വേണ്ടിയാണോ എന്ന് ആലോചിച്ച് ചിന്തിച്ച് അദ്ദേഹം ഗുണകരമാണ് പറയുന്നതെങ്കിൽ തന്റെ പാർലമെന്റ് അംഗങ്ങളോട് മുഴുവൻ നിശബ്ദരായിരിക്കാൻ പറഞ്ഞ ഒരു കാലഘട്ടമൊക്കെ നമുക്ക് കടന്നുപോയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് അതല്ല അവസ്ഥ. ഇന്ന് പാർലമെന്റ് എന്നാൽ പാർലമെന്റിൽ എന്തിനു പോകുന്നു? നമ്മൾ തെരഞ്ഞെടുത്ത് നമ്മൾ പ്രധാനമന്ത്രിയായിരിക്കുന്നു, ആഭ്യന്തരമന്ത്രിയായിരിക്കുന്നു, മറ്റു മന്ത്രിമാരായിരിക്കുന്നു. നമ്മൾ അതിനൊരു ഉത്തരവാദിത്വം വേണ്ടേ? നമ്മൾ അതാ ഞാൻ പറഞ്ഞത്, ഉത്തരവാദിത്വം നഷ്ടപ്പെട്ടു പോയ ഒരു ഭരണകക്ഷിയും പ്രതിപക്ഷമാണെങ്കിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ചെവി കൊടുക്കാത്ത ഒരു ഭരണപക്ഷം അങ്ങനെ ആവുമ്പോൾ ഇതിൽ ഇപ്പൊ BJPയുടെ ഒരു ആക്ഷേപം, ഇത് അമിത്ഷാ പറയാൻ തയ്യാറാണ്, വരാൻ തയ്യാറാണ്, പക്ഷേ വന്നാലും ഇവർ കേൾക്കുന്നില്ല. മുമ്പുള്ള ഇതുപോലെ എന്തിനാണ് പേടിക്കുന്നത്? ഭൂരിപക്ഷമുള്ള ഒരു ഭരണകക്ഷിക്ക് എന്തിനാണ് പ്രതിപക്ഷത്തെ പേടിയാവുന്നത്? പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഞാൻ ചോദിക്കുന്നത് ആക്ഷേപത്തിൽ കഴമ്പുണ്ട്. അമിത്ഷാ ഒരു പ്രസ്താവന നടത്താൻ പാർലമെന്റിലേക്ക് വന്നാൽ അവിടെ ഇരുന്നത് കേൾക്കാനും അതിനോട് തിരിച്ച് പ്രതികരിക്കാനും ഈ അംഗങ്ങൾ തയ്യാറാകുമോ? അതോ മുമ്പ് ഒരു തവണ മണിപ്പൂർ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഇറങ്ങിപ്പോയ പോലെ ഇറങ്ങിപ്പോവുകയായിരിക്കും ചെയ്യുക? ഇതൊരു ജാള്യത മൂലമാണെന്നാണ്. കാരണം നേരത്തെ മൃഗീയമായ ഭൂരിപക്ഷം ഉള്ളപ്പോൾ അവർക്ക് സുഖമായിട്ട് പറഞ്ഞങ്ങ് പോകാം, ചോദിക്കാനും പറയാനും ചെറിയ നേരിയ ശബ്ദങ്ങൾ. ഇന്ന് അതല്ല. പാർലമെന്റിൽ ഒരു കാര്യം ഉന്നയിച്ചാൽ അത് വിശകലനം ചെയ്ത് വ്യക്തമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പാസ്സാക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊന്നും ഇവർക്ക് ചെവി കൊടുക്കാൻ നേരില്ല. നമ്മൾ എന്തിനേറെ പറയുന്നു, വിദ്യാർത്ഥികൾ പോലും ഒരു ആവശ്യവുമായി പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവം, അവസാന വിദ്യാർത്ഥികൾ പറയുന്നത് അത് ഞാൻ സമ്മതിച്ചു, നിയമം പോലും ഭേദഗതി വരുത്തേണ്ടി വന്നില്ലേ? അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ പാർലമെന്റിൽ ഇപ്പൊ ഞാനിപ്പോ ഒരു നാടകത്തിന്റെ ദൃശ്യങ്ങൾ കാണിച്ചല്ലോ, പപ്പു യാദവാണ്. ഈ പപ്പു യാദവിനെ ഈ തരം കോപ്രായങ്ങൾക്ക് പാർലമെന്റ് ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ മുന്നിൽ പ്രതിപക്ഷ നേതാവല്ല വരുന്നത്, പപ്പു യാദവിനെ പോലുള്ള ആളുകളാണ്. പപ്പു യാദവ് ആരാണെന്ന് നമുക്കറിയാം, കൊലക്കേസ് പ്രതി ആയ ഒരു ആളാണ്.
ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. എയർ ഹോസ്റ്റസിനെ ചെരുപ്പൂരി അടിച്ചതിന്റെ ഒരു കഥ ഞാൻ ഓർക്കുന്നുണ്ട്. പണ്ട് ഞാൻ എൻ്റെ പത്രപ്രവർത്തനത്തിൽ ടെലിവിഷൻ രംഗത്ത് ആദ്യമായി കടന്നു വന്നപ്പോൾ ഇദ്ദേഹത്തേക്ക് ജയിലിൽ പോയി ഞങ്ങളുടെ ഒരു മാധ്യമപ്രവർത്തകൻ ഇന്റർവ്യൂ ചെയ്തത് ഞാൻ ഓർക്കുന്നു. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരാളാണ് ഇതിന്റെ സെൻട്രൽ സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പൊ പാർലമെന്റിൽ ഡിബേറ്റ് അല്ല, ചർച്ചയല്ല, ഇതാണ് നടക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ മതി ഇപ്പോൾ പാർലമെന്റിൽ എന്ന ഒരു സാഹചര്യത്തിലേക്ക് പാർലമെന്റിൽ കൊണ്ടെത്തിച്ചത് ആരാണ് മനു? ഇങ്ങനല്ലല്ലോ വേണ്ടത്. പാർലമെന്റിൽ നിയമവശങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി പാസ്സാക്കി നിരാകരിച്ചു. നമുക്ക് രാജ്യ പുരോഗതിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അത് പാസ്സാക്കി എടുത്തുകൊണ്ട് നല്ല രീതിയിൽ രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ട അവർ ഇപ്പോൾ കോമാളികളെ വെച്ചുകൊണ്ട് പാർലമെന്റിലെ വളരെ മോശമായ രീതിയിൽ ലോകത്തിന് മുൻപിൽ നമ്മൾ അപഹാസ്യരാകുന്നില്ലേ എന്നൊരു രൂപത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. പാർലമെന്റിന്റെ മഹത്വവും അതിന്റെ പവിത്രതയും അതിന്റെ എല്ലാം നഷ്ടപ്പെട്ടുന്ന ഒരു സാഹചര്യം. ആരും വരുന്നില്ല പാർലമെന്റ്. ഉത്തരവാദപ്പെട്ടവർ മറുപടി പറയേണ്ടവരും ഉത്തരവാദപ്പെട്ട ആളുകളും വരുന്നില്ല പാർലമെന്റിൽ. ഓക്കെ, അപ്പൊ വ്യക്തമാണ്, താങ്കളുടെ ആക്ഷേപം വ്യക്തമാണ്. എനിക്ക് തോന്നുന്നത് അതിന് മറുപടി പറയാൻ പറ്റിയ ഒരാള് ഇപ്പൊ നമുക്ക് ലൈനിലുണ്ട്. ബാലകൃഷ്ണൻ വടകര. ഈ പാർലമെന്റിലേക്ക് വരാൻ പറ്റുന്നില്ല, നാണക്കേട് കൊണ്ടാണോ ഭയം കൊണ്ടാണോ എന്നൊക്കെയാണ് പ്രതിപക്ഷം ആക്ഷേപിക്കുന്നത്. എന്താണ് ശ്രീ ബാലകൃഷ്ണൻ വടകരയ്ക്ക് പറയാനുള്ളത്? 17 ദിവസമായി കേട്ടോ ഈ സഭ തുടങ്ങിയിട്ട്, ഇതുവരെ ഇത് സമ്മേളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ആഭ്യന്തരമന്ത്രി പാർലമെന്റിലേക്ക് വരണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അത് എന്തുകൊണ്ടാണ് ചെവിക്കൊള്ളാത്തത് ശ്രീ ബാലകൃഷ്ണൻ വടകര? സാർ നമസ്കാരം. നമസ്കാരം. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് പാർലമെന്റും എല്ലാ സഭകളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ പോണ്ടെന്നാണോ? അങ്ങനെയല്ലല്ലോ പറയാൻ. സാർ പറയുന്നതിന് മുമ്പ് പ്ലീസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ. ഞാൻ BJP-ക്കാരന് വേണ്ടി എന്നെ പല്ലും നഖവും ഉപയോഗിച്ച് നിങ്ങളും മാധ്യമങ്ങളും എല്ലാം ഉപദ്രവിക്കും. അതെനിക്കറിയാം, അതെനിക്കൊരു പ്രശ്നമല്ല. അതുകൊണ്ടല്ല, അതിപ്പോ അങ്ങ് കോൺഗ്രസ്സുകാരനാണെങ്കിൽ ഈ പല്ലും നഖവും ഉണ്ടാവും. അല്ല, അങ്ങനെയൊന്നല്ല സാർ. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയുടെ അമ്മ ദേവടി ചെയ്യാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആരും പറയാൻ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ആരും ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയുടെ അമ്മ ദേവടി ചെയ്യാണെന്ന് ഏതെങ്കിലും ഒരാൾ എവിടെയെങ്കിലും വെച്ച് പറഞ്ഞിട്ടുണ്ടോ? അപ്പം BJP-ക്കാരനായതുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാന കാവൽക്കാരനായതുകൊണ്ട് അങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമുക്ക് ഈ പൊതുവേദിയിൽ ഒഴിവാക്കാം. അല്ല, ഞാൻ പറയുന്നത് അത് ഒരു പ്രധാനമന്ത്രിയല്ല, ഒരു സാധാരണ ആളെ പോലും നമ്മൾ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളിലൂടെ പറയുന്നത് ശരിയല്ല. അത് പക്ഷേ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ന്യായീകരിച്ച് പറയുകയില്ല. നമുക്ക് ഈ ആളുകളെ അധിക്ഷേപിക്കുന്ന ഒരു രീതി നമ്മൾ അത് നിർത്തേണ്ടതാണ്. അത് ഞാൻ ആരായാലും ശരി, ഏത് സംഘം. പക്ഷേ അത് BJP-ക്കാർക്ക് നേരെ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അത് എല്ലാവർക്കും നേരെയുണ്ട്. അല്ല, അത് കാലം തെളിയിക്കട്ടെ. ഇന്ത്യയിലെ ജനം അതിന് മറുപടി കൊടുക്കുന്നുണ്ടല്ലോ. ആരാണ് ഏറ്റവും കൂടുതൽ ദുഷ്പ്രചരണങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വന്നത് എന്നുള്ള. ഞാനിപ്പോ നമ്മൾ വന്നത്, ഞാൻ ചോദിക്കുന്നത് ഈ ചോദിച്ച ചോദ്യം വീണ്ടും ഒന്നും കൂടി ആവർത്തിക്കുക. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ 17 ദിവസം പാർലമെന്റിൽ വരാതിരുന്നത്? ഞാനൊരു കാര്യം പറയാം സാർ. ലോകസഭയാലും നിയമസഭയാലും അവിടെ ഒരു സമാധാനമായ ചർച്ച ഉണ്ടായാലാണ് ഏത് ബില്ല് NDA സർക്കാർ കൊണ്ടുവരുന്നതോ അതിൽ ന്യായമെന്ത് അന്യായമെന്ത് എന്നതിന് മറുപടിയും ചോദ്യവും സൈലന്റ് ആയിട്ട് നടന്നാൽ മാത്രമേ ഇന്ത്യയിലെ പബ്ലിക്കിന് അത് ബോധ്യപ്പെടൂ. കാരണം ഇവർ ഭയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് മറ്റൊരു ഭാഷ, അതിന് മറുപടി പറയാൻ ആയിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ബില്ലിനെ എതിർത്ത് ശരിയായ ചർച്ചയാണ് വേണ്ടതെങ്കിൽ ഇവരിറങ്ങിപ്പോവല്ല വേണ്ടത്. ഇവർ ശക്തമായ അമിത്ഷായോട് ചോദ്യം ചോദിക്കണം. അദ്ദേഹം പറയുന്ന ഉത്തരം സൈലന്റ് ആയിട്ട് പബ്ലിക്കിന് മുമ്പ് വന്നിട്ടുണ്ടല്ലോ സാർ. സാറ് തന്നെ പറഞ്ഞല്ലോ, മുമ്പ് വന്നിട്ടില്ല. മണിപ്പൂരിനെ പറ്റി ചർച്ച ചെയ്യാൻ ഇവിടെ എന്താ സംഭവിച്ചത്? പിന്നെ അമിത്ഷാക്ക് ഭയാണ്. അദ്ദേഹം ഭയപ്പെട്ട് ഇങ്ങനെ കോൺഗ്രസിനെ ഭയപ്പെട്ട് CJP-ന്റെ വാലും പിടിച്ച് നടക്കുന്ന കോൺഗ്രസിനെ ഭയപ്പെട്ടിട്ട് അദ്ദേഹം പുറങ്ങലേ ഇല്ല. അത് മറ്റൊരു വിഷയം. അതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല. എന്ത് വന്നാലും ഇന്ത്യയിലെ പബ്ലിക്കാണ് ജനാധിപത്യത്തിൽ ഏറ്റവും വലുത്. അവർ ഈ 12 വർഷത്തിനിടയിൽ അവർ വിലയിരുത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് റിസൾട്ട് രാജ്യത്ത് കൊടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ആര് സമരം ചെയ്യോ, ഇറങ്ങിപ്പോവോ, പാർലമെന്റ് സ്തംഭിപ്പിക്കുവോ, ഇതൊക്കെ പബ്ലിക്കാണ് സാർ ജനാധിപത്യത്തിൽ വലുത്. അതിവർ മറന്നു പോകുന്നുണ്ട്. പബ്ലിക്കിനാണ് ജനാധിപത്യത്തിൽ, പബ്ലിക്കാണ് യജമാനൻ. അപ്പൊ ആ പബ്ലിക്ക് ഇത്രയും 12 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണം ഓട്ടമാണെന്ന് ഇവർ പറയും, നേട്ടമാണെന്ന് പബ്ലിക് പറയും. ഇവർ വീണ്ടും കോട്ടമാണെന്ന് പറയും, ബഹളം ഉണ്ടാക്കും. പക്ഷെ പബ്ലിക് പറയും നരേന്ദ്രമോദിയാണ് ശരി, NDA സർക്കാരാണ് ശരി. തെറ്റൊക്കെ സംഭവിക്കും, തെറ്റ് സംഭവിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ഒരു മനുഷ്യനായാലും ഒരു മന്ത്രിസഭയായാലും തെറ്റൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇവർ ബഹളം കൂട്ടും, പബ്ലിക് പറയും നിങ്ങൾ ബഹളം കൂട്ടുന്നത് ശരിയല്ല, ഇദ്ദേഹമാണ് നമ്മുടെ രാജ്യത്ത് നയിക്കാൻ നല്ലത്. വീണ്ടും ആർജവത്തോടെ തെരഞ്ഞെടുക്കപ്പെടുന്നു.
അപ്പൊ ഇത് ജനാധിപത്യത്തിൽ പബ്ലിക്കിനെ കോൺഗ്രസ് മറക്കണ്ട. പബ്ലിക്കിനെ മറക്കണ്ട എന്ന് പറഞ്ഞാൽ മറക്കണ്ട. പബ്ലിക്കിനെ മറന്നിട്ട് ആർക്കും മുന്നോട്ട് പോകാനാവൂല. സൈലന്റ് ആയ ചർച്ച അതിക്രമിക്കുന്നതുകൊണ്ടാണ് അങ്ങ് ഓക്കെ, വ്യക്തമാണ്. അപ്പൊ രാമൻകുട്ടി എന്നോടൊപ്പം ചേരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ രാമൻകുട്ടി, തൃശ്ശൂർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ അനന്തപുരം സാർ, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുട. ഓക്കെ ഓക്കെ, മനസ്സിലായി. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഇത് ഒരർത്ഥത്തില് നമ്മളെ എല്ലാവരെയും വിഡ്ഢികളാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു ഭരണകക്ഷി ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ കൂലങ്കുഷമായി തലനാരിഴ കീറി പഠിച്ച് അവിടെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾക്ക് അതിനോടൊരു ബഹുമാനം കൂടുകയാണ് ചെയ്യുക. ഇപ്പൊ നമ്മള് അതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം. നമ്മുടെ പ്രേമചന്ദ്രൻ സാറ് എന്ത് വിഷയത്തിലും നല്ലോണം പഠിച്ച് അത് അവതരിപ്പിക്കുമ്പോൾ നമ്മൾക്കത് വളരെ റെസ്പെക്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് തെറ്റോ ശരിയാണോ എന്നുള്ളത് അവിടെ ചർച്ച ചെയ്യപ്പെട്ട് അവിടെ രേഖപ്പെടുത്തുമ്പോൾ നാളെ പ്രതിപക്ഷത്തായാലും ഒരാൾ ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കത് നിഷേധിക്കാൻ പറ്റില്ല. കാരണം ശരികളുടെ ഭാഗത്ത് പാർലമെന്റിൽ നിൽക്കാൻ പറ്റുള്ളൂ. തെറ്റായ ഒരു കാര്യം അവതരിപ്പിച്ച് എല്ലാവരും മേലെ അടിച്ചേൽപ്പിക്കാൻ ഇന്ത്യൻ പാർലമെന്റിന് സാധിക്കില്ല. ആ ഒരു സത്യം പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷം മനസ്സിലാകുന്നില്ല. എന്തൊക്കെയോ കോമാളിത്തരം കാണിച്ച് ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ തറവാട് വീട്ടിൽ എല്ലാവരും വരുമ്പോ അവിടെ മുറ്റത്ത് നിന്നിട്ടൊരു കോമാളിത്തരം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അനുവദിക്കും. അങ്ങനെയുള്ള ഒരു സ്ഥലം പോലെയാണ് പാർലമെന്റ്. നമുക്ക് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിന്റെ മുറ്റമെന്നോ എന്തൊക്കെയോ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പൊ ഈ നടക്കുന്നത് ഒരു നമ്മുടെ സഭ നടത്തുന്ന ഹലോ കേൾക്കുന്നില്ലേ? വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യവുമാണ്. ഓക്കെ. ഒരു 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 ദിവസം നമ്മൾക്ക് ചെലവാകുന്നത് 9 കോടി ഉറുപ്പിയോളാണെന്നാണ് പറയണത്. ഒരു പാർലമെന്റ് നടത്താനായിട്ട് 9 കോടി ഉറുപ്പിക. ഇവര് ഇവിടെ നിന്ന് തന്നെയില്ല, എവിടെ നിന്ന് ചെല്ലുന്ന ആൾക്കാരായാലും ഈ ഫയലൊന്ന് പഠിച്ചുകൂടെ ഇവർക്ക് കറക്റ്റായിട്ട്? അത് അവർക്ക് അവസരം കിട്ടുമ്പോൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആർക്കും തള്ളാൻ പറ്റില്ല. ശരി, വ്യക്തമാണ്. സമയക്കുറവുകൊണ്ടാണ്. ഓക്കെ, കൃത്യമാണ്. അപ്പോൾ അങ്ങയുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ എന്നോട് കൃഷ്ണൻകുട്ടി പറയുന്നത് ഈ പാർലമെന്റിലെ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരാണോ അഭിപ്രായം പറയുന്നത് എന്ന് എന്നോട് ചോദിക്കുന്നു. വലിയൊരു വിഭാഗം നമ്മുടെ ആളുകൾ രാജ്യത്തെ നിയമസഭയിലും അതുപോലെ നിയമസഭകളിലും പാർലമെന്റിലും ഒക്കെ എന്താണ് ചർച്ചകൾ നടക്കുന്നതെന്ന് ശ്രദ്ധിക്കുന്നവരാണ്. ഒരുപാട് വലിയ വിഭാഗം അത് വാർത്തകൾ വായിക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പാർലമെൻറ്റ് വാർത്തയായിട്ട് കൊടുക്കുന്നത് തന്നെ, അപ്പോൾ പാർലമെൻറ്റിലെ ചർച്ചകളൊക്കെ. അപ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടി പറയുന്നത് ജോൺ ബ്രിട്ടാസ് അദ്ദേഹത്തിൻ്റെ ചുമതല നന്നായി നിർവഹിക്കുന്നു, മറ്റ് MP-മാർ മിണ്ടുന്നുണ്ടോ എന്ന് എന്നോട് ചോദിക്കുന്നു. ഓക്കെ. പങ്കജാക്ഷൻ നായരുണ്ട്, എനിക്ക് ചുവന്ന പൂക്കൾ ഹൃദയം ഒക്കെ അയക്കുന്നുണ്ട്. ലാലു എന്നോട് പ്രദീപിൻ്റെ ഇത് പ്രതികരണം നന്നായി എന്ന് പറയുന്നു. ഒപ്പം ജോബി ജോർജ്, പരീത് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. പരീത് നമ്മുടെ ഇപ്പോൾ സ്ഥിരം പ്രേക്ഷകനായിട്ട് ഞാൻ കാണുന്നുണ്ട്, കമൻറ്റ് ഒക്കെ കാണുന്നു. പരീത് താങ്ക് യു സോ മച്ച്. അപ്പം നല്ല വിഷയമൊക്കെ എടുത്തതെന്നൊക്കെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ജോബി ജോർജ് എന്നോട് പറയുന്നു കോൺഗ്രസ് 2 ഇയറായി ഒരു മന്ത് സഭയിൽ നടന്ന കോൺഗ്രസ് എല്ലാറ്റിനും കാരണം രാഹുൽ ആണ് എന്ന് പറയുന്നു. അപ്പോൾ മോദി നാട്ടിലുണ്ടോ എന്ന് എന്നോട് ശ്രീ കൃഷ്ണൻകുട്ടി ചോദിക്കുന്നു. ഓക്കെ. പ്രമോദ് നാണു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹം തമ്പിദുരൈ ബ്രിട്ടാസിനെ അധിക്ഷേപിച്ച കാര്യമൊക്കെ എടുത്ത് ഇപ്പോൾ പരാമർശിക്കുന്നുണ്ട്. തമ്പിദുരയ്ക്ക് ഒപ്പമാണ് പ്രമോദ് നാണു എന്ന് അദ്ദേഹത്തിന് പിന്തുണയാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പം സഭയിൽ വരാതിരിക്കാനാണോ മോദിയും അമിത്ഷായെയും തിരഞ്ഞെടുത്തത്? അവർ ഇന്ത്യൻ ജനതയെ വെല്ലുവിളിക്കുന്നു എന്നാണ് ശ്രീ കൃഷ്ണൻകുട്ടിയുടെ പരാതി. BJP-ക്കാർ മാത്രമേ ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ കൂടുതൽ വരുന്നുള്ളൂ, അതാണ് ബർമുഡയെ എല്ലാവരും പിന്താങ്ങുന്നതെന്ന്. ഓക്കെ. ജയകുമാറിൻ്റെ പരാതിന് നമ്മളാരും തടഞ്ഞു വയ്ക്കുന്നില്ല, ആർക്ക് വേണമെങ്കിലും വരാം. രാജീവ് ശാന്തി എന്നോട് പറയുന്നു പാർലമെൻറ്റ് സ്തംഭിക്കാൻ കാരണം പ്രതിപക്ഷം ആണ് എന്ന് രാജീവ് എന്നോട് പറയുന്നു. ജയകുമാർ പറയുന്നു സുനിലെ ഷൂനക്കികൾ ആരാണെന്ന് ജനങ്ങൾക്കറിയാമെന്ന് പറയുന്നു. 100% രാഗ ഈസ് ദ മെയിൻ പേഴ്സൺ ബിഹൈൻഡ് ഡിസ്റപ്ഷൻ എന്ന് എന്നോട് ഡൊണാൾഡ് ഡക്ക് പറയുന്നു. അതുപോലെ സതി ബാബുരാജ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹൈ മനു, ഒപ്പോസിഷൻ ഈസ് വേസ്റ്റിംഗ് ടൈം, ബിൽ പാസ്ഡ് ഫോർ ദ പീപ്പിൾ അവർ മണി ഈസ് വേസ്റ്റഡ് ഫോർ ദിസ് ഈസ് എ ഗുഡ് സബ്ജക്റ്റ് എന്ന് എന്നോട് ശ്രീമതി സതി ബാബുരാജും പറയുന്നു. അപ്പോൾ എനിക്ക് ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്.
അപ്പോൾ നമ്മുടെ പൊതുവേദി തുടരുകയാണ്. പാർലമെന്റിൽ ചർച്ചയിൽ പങ്കെടുത്ത അഭിപ്രായം പറയുന്നവർ ഭരണപക്ഷം മറുപടി പറയുമ്പോൾ അത് കേൾക്കാൻ നിൽക്കാതെ ഇറങ്ങിപ്പോകുന്നു എന്ന് നന്ദകുമാർ പറയുന്നു. അത് ശരിയാണോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, മുരളീധരൻ നായർ MN ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ സദാശിവൻ നായർ ഉണ്ട്, ഡൊണാൾഡ് ഡ്രക്ക് ഉണ്ട്, മുരളി എന്നോട് ഒപ്പം ചേർന്നിട്ടുണ്ട് 3675. അപ്പോൾ എന്നോടൊപ്പം മോൺസാക്കും ചേർന്നിരിക്കുന്നു. മനു നമസ്കാരം. സോണിയ ഗാന്ധിയെ വിളിച്ചു എന്താ ജേഴ്സി ഗായ് എന്ന് വിളിച്ചത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലകൃഷ്ണൻ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല പ്രമോദ് നാണുവും അത് സോണിയാഗാന്ധി അധിക്ഷേപിച്ചതിൻ്റെ ഉദാഹരണങ്ങൾ വയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്നോടൊപ്പം ചേർന്നിരിക്കുന്നത് ലാലു ഡി എന്നോട് പറയുന്നത് പാർലമെൻറ്റിന് മുന്നിൽ നടത്തിയ ഈ കോമാളി പരിപാടിയാണ് രാഹുലിനൊക്കെ പറ്റിയ കാര്യം എന്ന് പറയുന്നു. അങ്ങനെ ഉള്ള വിവരങ്ങൾ, അങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഒക്കെ വരുന്നു. ഓക്കെ, ജോർജ് എന്നോടൊപ്പം ചേരുന്നത് കർണാടകയിൽ നിന്നാണ്. ശ്രീ ജോർജ് ബാംഗ്ലൂരിൽ നിന്നല്ലേ വിളിക്കുന്നത്? ഹലോ ശ്രീ ജോർജ് കേൾക്കാമോ? ഓക്കെ, അപ്പോൾ ശ്രീ ജോർജ്, ഈ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ ഇനി ഒരു ദിവസമേ ഉള്ളൂ. എന്തെങ്കിലും ഫലവത്തായി ഈ കഴിഞ്ഞ 17 ദിവസം നടന്നു എന്ന് ശ്രീ ജോർജിന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു അങ്ങ് TV ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ഹലോ, പാർലമെന്റിലെ കാര്യമല്ലേ? പറയൂ. ആദ്യം തന്നെ നമുക്കൊരു സമർത്ഥമായ ഒരു ഇന്ത്യൻ ഭരണഘടനയുണ്ട്. നമുക്ക് സത്യസന്ധമായ ഒരു ഭരണഘടനയുണ്ട്. അത് ഭരണകക്ഷിയുടെ ആവശ്യത്തിന് വേണ്ടി, അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാറ്റി എഴുതുക, ഓരോ ബില്ല് കൊണ്ടുവരിക, ബില്ല് ഭേദഗതി വരുത്തുക, അവർക്ക് ഇഷ്ടം പോലുള്ള ബില്ലുണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് മര്യാദകളല്ലേ? നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ആരായാലും ശരി, നമ്മൾ ഇന്ത്യയിൽ വന്ന് നമ്മൾ വോട്ട് ചെയ്ത് പിടിക്കുന്നവർ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ഇഷ്ടം പോലെ പ്രവർത്തിച്ചാൽ, നിങ്ങൾ നോക്കി ഇന്ന് 12 കൊല്ലമായിട്ട് എന്തെങ്കിലും ഇന്ത്യക്ക് സന്തോഷപ്രദം ഗുണകരമായ സാധാരണക്കാരന് ഗുണമായ ഒരു കാര്യം നടന്നിട്ടുണ്ടോ? ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റഴിച്ചു. എന്നിട്ട് അവിടെ കയറി അമിത്ഷാ ഒരു കാര്യം വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ഓക്കെ, വ്യക്തമാണ്. ഇതേ മുരളി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ഇതേ മുരളി, നമസ്കാരം. ശ്രീ ഇതേ മുരളിയെ കണ്ടിട്ട് കുറച്ച് ദിവസം ആയല്ലോ. ചില ദിവസങ്ങള് ഒക്കെ നമ്മളൊക്കെ മാറും. കാര്യം ചില വിഷയങ്ങൾ അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങൾ വരും, അന്നേരം അങ്ങ് മാറുന്നയാ. അൺഇമ്പോർട്ടന്റ് ആണോ വിഷയങ്ങൾ? എല്ലാ വിഷയം ഇമ്പോർട്ടന്റ് അല്ലേ? ചില വിഷയങ്ങൾ ഇമ്പോർട്ടന്റ് അല്ലാതെ തോന്നും, അന്നേരം മാറും. ശരി, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഇന്നത്തെ വിഷയം ഇമ്പോർട്ടന്റ് അല്ലേ? ഇന്നത്തെ വിഷയം പരമപ്രധാനമായ ഒരു വിഷയമല്ലേ? കേന്ദ്രത്തിൽ നടക്കുന്ന സംഭവവാസങ്ങള്, BJP ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളാണ് പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തെറ്റ് തിരുത്താൻ അവർ തയ്യാറാകുന്നില്ല. അതാണ് ഇവിടുത്തെ വിഷയം. കാര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി വന്ന് സഭയിൽ ഒരു മറുപടി പറയണമെന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ മാത്രം ആവശ്യമല്ല, ജനങ്ങളുടെ, ഇന്ത്യയിലൊട്ടാകെയുള്ള ജനങ്ങളുടെ ആ ഒരു ആവശ്യമാണത്. കാര്യം തെറ്റ് കേന്ദ്ര ഗവൺമെന്റിന്റെയാണ്. നീറ്റ് പരീക്ഷയിൽ തകരാറുണ്ടായി, വ്യാജ ക്വസ്റ്റ്യനുകൾ പുറത്തു വന്നു, അങ്ങനെ പരീക്ഷാ തട്ടിപ്പ് നടന്ന സാഹചര്യത്തിൽ ഞാൻ ശ്രീ ഇടയ മുരളിയോട് എൻ്റെ ഒരു സംശയം കേട്ടോ. ഞാൻ പിന്നെ പ്രതിപക്ഷത്തിന് എതിരായതുകൊണ്ടോ എതിരല്ല, പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, ഞങ്ങൾ പാർലമെന്റിൽ സഭയിൽ നടത്താൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന പ്രതിപക്ഷം പറയുന്നത് അവർ ഈ ആഭ്യന്തരമന്ത്രി വരാത്തതുകൊണ്ടാണെന്നോ പ്രധാനമന്ത്രി വരാത്തതുകൊണ്ടോ ആയിക്കോട്ടെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഈ മാസം വേതനം വേണ്ട എന്ന് കൂടി സമ്മതിക്കുമോ? വേതനം വേണ്ടെന്നിപ്പോ ആരെങ്കിലും സമ്മതിക്കുമോ? പിന്നെ ഞങ്ങൾ ഇതിൽ പങ്കെടുക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഈ പരിപാടി ചെയ്യില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുമ്പോൾ, ഞാൻ ഒരു ജോലിക്ക് പോകില്ല എന്ന് പറഞ്ഞ് ആ ജോലി ചെയ്യാതിരിക്കുമ്പോൾ, അപ്പോൾ അതിൻ്റെ വേതനത്തിൽ ഒരു പകുതിയെങ്കിലും കൂടി മാറ്റിവെക്കാൻ തയ്യാറാണ്. നമ്മളൊരു ആളുകളെ തെരഞ്ഞെടുത്ത് വലിയ തുക ചെലവാക്കി അങ്ങോട്ട് അയക്കുകയല്ലേ? അപ്പോൾ പാർലമെന്റ് പുറത്തിരുന്ന് ഇങ്ങനെ നാടകം കളിക്കുന്നു എന്നത് മാത്രമായി കാര്യങ്ങൾ ഒതുങ്ങിയാൽ, ഇത് മറ്റവർക്കും ബാധകമാണ്. അവരും ഈ വരാതിരിക്കുന്നവരും സാലറി പിടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, സാറിന്റെ ആഗ്രഹം. പക്ഷെ ജനങ്ങൾക്കൊന്നും അത്തരം ആഗ്രഹങ്ങളില്ല. കാര്യം പ്രതിപക്ഷം ശക്തമായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ കേന്ദ്രത്തിലെ ഒരു ഗവൺമെന്റ് നിലവിളിച്ച് ഒച്ചയുണ്ടാക്കി പാർലമെന്റിൽ ഒന്നും എത്രയോ ബില്ലുകൾ ശബ്ദ വോട്ടിലൊക്കെ പാസ്സായി പോവുകയാണ്. ഇതൊന്നും പാസ്സായെന്ന് പറയുമ്പോഴേ നമ്മള് അതിന്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു ഗവൺമെന്റാണ് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ.
അവര് രണ്ട് കക്ഷികളെ വിലയ്ക്ക് വാങ്ങി അവർക്കുള്ള കൂടെ നിർത്തിയാണ് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്. അവര് അവസാനത്തെ ഭരണമാണെന്നാണ് നമുക്ക് തോന്നുന്നത്. കാര്യം ഞാൻ ഈ ഒരു ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് അതൊക്കെ നടന്നാൽ ആയിക്കോട്ടെ, പക്ഷേ ഈ പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ ആ ബില്ലിന്റെ ന്യൂനതകൾ, കോട്ടങ്ങൾ, നേട്ടങ്ങളൊക്കെ പറയാനൊക്കെ അല്ലെങ്കിൽ അത് സംവദിക്കാനൊക്കെ ഉള്ളൊരു വിഷയമാണല്ലോ. അപ്പോൾ അവിടെ പാർലമെന്റ് ചേരുമ്പോൾ ആ പാർലമെന്റിൽ നിന്ന് ഈ കാര്യങ്ങൾ പറയാൻ കഴിയാതെ അവിടെ ഒച്ചയും ബഹളയും ലഹളയും പിന്നെ പുറത്തുള്ള ഈ നാടകങ്ങളിയും ആയാൽ അത് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുമോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ സത്യസന്ധമായിട്ട് ഉള്ള ചർച്ചകൾ നടക്കണം. അത് ഭരണപക്ഷത്തു നിന്ന് ഇല്ല. അവര് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട കക്ഷികൾ അതിൽ നിന്ന് പല വിഷയങ്ങളിലും ആ സമയത്ത് മാറി നിൽക്കുകയാണ്. ഇപ്പൊ തന്നെ ആഭ്യന്തരമന്ത്രി ഇതിനെ കുറിച്ചൊരു പ്രസ്താവന രാജ്യത്തോട് നടത്തേണ്ടത് ഈ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളുടെയും ഒരു ആഗ്രഹമാണ്. അത് ചെയ്യുന്നില്ല, അവര് മാറിയിരിക്കുകയാണ്. അല്ല, അവര് പറയുന്ന അവര് തയ്യാറാണ്, വരാൻ തയ്യാറാണെന്നാ പറയുന്നു. നിങ്ങൾ കേൾക്കാൻ അവര് വരാൻ തയ്യാറാകാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ പരമപ്രധാനമായ ഒരു അധികാര അവരുടെ കേന്ദ്രമാണ്. ചോദ്യത്തിനാണ്, എനിക്കറിയില്ല, വരാൻ തയ്യാറാണ്. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി വരെ വിളിച്ചല്ലോ ആഭ്യന്തരമന്ത്രി. ഞാൻ ചോദിക്കുന്നത് ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ വരുമ്പോൾ അത് ഇവിടെ വരൂ. ഇതൊന്ന് കേൾക്കൂ. ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കുകയാണ്, ഒരു വ്യക്തിപരമായ ഒരു ചോദ്യമായിട്ട് കണ്ടാലും മതി. ഈ അങ്ങനെ വന്ന് അദ്ദേഹം ഒരു പ്രസ്താവനയ്ക്ക് തയ്യാറായാൽ ഈ പ്രതിപക്ഷം ഇത് കേട്ട് ആ അദ്ദേഹത്തിൻ്റെ വിമർശനത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടിനെ കൃത്യമായി വിമർശിക്കാനുള്ള ഒരു ശ്രമം നടത്തുമോ, അതോ പാർലമെന്റിൽ വീണ്ടും ബഹളം ഉണ്ടാക്കി ഇറങ്ങിപ്പോകുമോ? എന്തായിരിക്കും ചെയ്യുക? അത് നമ്മുടെ ഇമാജിനറി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോ പ്രതിപക്ഷം അല്ല, എന്റെ ഇമാജിനറി ക്വസ്റ്റ്യൻ അല്ല അത്. അവര് ചോദിക്കുന്ന ചോദ്യം ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഞാൻ ചോദിച്ചത് അവർ ഇതിനൊക്കെ പറയുന്നൊരു കാര്യം, ഇപ്പോൾ മണിപ്പൂർ വിഷയം പ്രധാനമന്ത്രി പറയണം, എത്രയോ ദിവസം ബഹളം വെച്ചു. പ്രധാനമന്ത്രി പറയാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ഇറങ്ങിപ്പോയി. അല്ല, പ്രധാനമന്ത്രി ആയാലും ആഭ്യന്തരമന്ത്രി ആയാലും അതിന് സ്വതസിദ്ധമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ആ ചോദ്യങ്ങൾ, ആ ഭാഗങ്ങൾ അവരുടെ ഭാഗം അവിടെ നിങ്ങൾ അതിലൊരു സംവാദത്തിന് വേദിയാക്കുന്നില്ല, മറിച്ച് അത് നിങ്ങൾ അവിടെ ബഹളം ഉണ്ടാക്കി ഇറങ്ങിപ്പോകുന്നു. ഇല്ല, അങ്ങനെ ബഹളം ഉണ്ടാക്കുന്നില്ലല്ലോ. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടെ ബഹളം ഉണ്ടാക്കുന്നത് കിരൺ റിജിജുവും മറ്റ് ഭരണകക്ഷിയിലുള്ള മന്ത്രിമാരാണ് അവിടെ ബഹളം ഉണ്ടാക്കുന്നത്. കിരൺ റിജിജു പാർലമെന്ററി കാര്യ മന്ത്രിയാണ്. അദ്ദേഹം ഇത് നടത്തിക്കൊണ്ടുപോകാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ശരി, വ്യക്തമാണ് ഏതായാലും അങ്ങയുടെ അഭിപ്രായം. മാളയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു ശ്രീ പ്രസന്നൻ. നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ മെമ്പർമാർ അവിടെ പോയിട്ട് ഈ ഡെസ്കിലിരിക്കാനും കയ്യൊട്ടിപ്പാട്ട് നടത്താനും ആണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് സംസാരം ഒരു മീൻചന്തയില് ഇതിലും ഭേദമായിട്ട് ആൾക്കാർ പെരുമാറും. മീൻചന്തയില് ഒരു ജാതി സ്റ്റാൻഡേർഡും ഇല്ലാതെ നമ്മളെ പക്ഷേ ശ്രീ പ്രസന്നൻ അതൊരു ഇതായിട്ട് പറഞ്ഞാലും മീൻചന്തയിൽ ആളുകൾ മോശമായി പെരുമാറുന്നവരല്ല കേട്ടോ. മീൻചന്തയിൽ വളരെ നന്നായി പെരുമാറുന്നവരാണ്. ഇതിലും നന്നായി അവിടെ പെരുമാറുന്ന പറഞ്ഞാൽ അതെന്തോ മോശമായ സ്ഥലമല്ല. മീൻചന്തയിൽ നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ്. ഞാൻ പലപ്പോഴും ഇവിടുന്ന് ഞാൻ പോകാറില്ല, പക്ഷെ ഞാൻ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ പിന്നെ മീൻ വാങ്ങിക്കാനൊക്കെ പോകാറുണ്ട്. അപ്പോഴൊക്കെ കണ്ടിട്ടുള്ളത് വളരെ നല്ല പെരുമാറ്റം, വളരെ മാന്യമായ പെരുമാറ്റം. അവരുടെ പെരുമാറ്റം നല്ലതാണ് സാറേ, പെരുമാറ്റം നല്ലതാണ്. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ഒരു ജനക്കൂട്ടം ആണല്ലോ അവിടെ ചന്തയില്, ലേലം വിളി പ്രശ്നങ്ങള്. അവിടെ മീൻ വിൽക്കുന്നിടത്ത് ഒരു പ്രശ്നവുമില്ല. അവിടെ ആകെ ഈ അവർ നമ്മളോട് പറയും ഇത് വാങ്ങിച്ചോളൂ നല്ലതാണ്, അങ്ങനെയൊക്കെ ഉറക്കെ പറയുന്നല്ലാതെ വേറെ ഒരു അടിപിടിയോ ലഹളയോ കൂക്കിവിളിയോ ഒന്നും, വളരെ മാന്യമായിട്ടുള്ള പെരുമാറ്റമാണ്. അവിടെ ഒരു മീൻ മാർക്കറ്റിൽ വെച്ച് എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം സംഭവിച്ചതായി ഈ അടുത്ത കാലത്തൊന്നും ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഈ ലേലം വിളി പ്രശ്നമൊക്കെ കൂടി കോലാഹലമായിരിക്കുന്ന ഉദ്ദേശിച്ചത്, മോശമെന്നല്ല. അപ്പോ അതായത് ഇവര് ഒന്നാമത്തേതിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോണ മിക്കവാറും പേർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. പോട്ടെ, കുഴപ്പമില്ല, മലയാളത്തിലെങ്കിലും സംസാരിക്കണ്ടേ, എഴുന്നേറ്റ്. ഇത് ആര് സംസാരിച്ചാലും ഇവിടെ നിന്ന് പോണവരുടെ മെയിൻ ഉദ്ദേശം രാഹുൽ ഗാന്ധിക്ക് ഇമേജ് ഉണ്ടാക്കി കൊടുക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. തിരിഞ്ഞു നോക്കി നിങ്ങൾ ഡെസ്കിലിടിക്കലും കയ്യൊട്ടിപ്പാട്ടുമാണ് മെയിൻ പരിപാടി. എന്തെങ്കിലും പറഞ്ഞ് ശരിക്കും ഉത്തരം പറയുമ്പോഴാണ് ഇമേജ് ഉണ്ടാവുന്നത്. അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ ഇപ്പൊ പാർലമെന്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കെയർ നിർത്താൻ പറഞ്ഞാൽ നിർത്തില്ല, ഒരു അനുസരണയില്ലാത്ത രീതിയിലാണ് ഇപ്പൊ പാർലമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നലെ വെള്ളിയാഴ്ച ചോദ്യോത്തരവേള എന്ന് ഒരാൾ പറഞ്ഞു കേട്ടു. 3:30 ഫ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്തൊക്കെ MP-മാരൊക്കെ തിരുവനന്തപുരത്തേക്ക് പോരാനായിട്ട്. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ചെന്നാൽ മതിയല്ലോ. അതായത് യൂട്യൂബ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുടെ മനോഭാവമാണ് എക്സ്കർഷൻ ഉള്ള പോലെയാണ് നമ്മുടെ MP-മാര് പലരും പെരുമാറുന്നത്. അങ്ങനെ പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. എന്നാലും
സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആളുകളെ നമ്മൾ തെരഞ്ഞെടുത്ത് അയക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് പക്ഷമുണ്ട്. വേണ്ടത്ര നിലവാരമില്ലാത്തവരെ. നമ്മുടെ പ്രേമേന്ദ്രൻ സാറൊക്കെ എത്ര ഭംഗിയായിട്ട് പെരുമാറുന്നു, സംസാരിക്കുന്നു, ഡീസന്റ് ആയിട്ട്, ഒരാളും ബഹളം ഉണ്ടാക്കണില്ല. അതുപോലെ എല്ലാ MP-മാരും ആയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവാറുണ്ട്. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ എന്നോട് ഷിജു ചോദിക്കും ഞാൻ എവിടെ നിന്നാണ് മീൻ വാങ്ങിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എവിടെ നിന്നാണ് മീൻ വാങ്ങിക്കുന്നത്. തിരുവനന്തപുരത്ത് ഞാൻ പിന്നെ മീൻ വാങ്ങിക്കാറില്ല, ഞാൻ ഒറ്റയ്ക്കാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു പരിചയത്തിലുള്ള ഒരാൾ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുതരികയാണ്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് മീൻ വാങ്ങിക്കാറില്ല, ഞാൻ ആ ഭക്ഷണം കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ പാലക്കാട് പോകുമ്പോൾ, പാലക്കാട് വലിയങ്ങാടിക്കകത്ത് ഒരു നല്ല മീൻ മാർക്കറ്റുണ്ട്. അവിടെ നല്ല മീൻ കിട്ടും, അതിന് സമീപത്ത് തന്നെ ഇറച്ചിയും ഉണക്കമീനും ഒക്കെ ഉണ്ട്. അവിടെ ഒരു ശബ്ദമുണ്ടാവും, കാരണം നിരവധി ആളുകൾ വരികയും മീൻ വരികയും അതിൻ്റെ വിലയെ ആളുകൾ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ വില പേശലും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായ ചില ശബ്ദങ്ങൾ ഉണ്ടാകുമായിരിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് വളരെ നല്ല ഒരു അന്തരീക്ഷമാണ് അവിടെയുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവിടെ മാത്രമല്ല, ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ വിഴിഞ്ഞത്തും അവിടെ ഇവിടെ എല്ലാം കാണാനായിട്ട് സ്ഥലം കാണാൻ പോകുമ്പോഴും ഞാൻ അവിടെ മീൻ വിൽക്കുന്നവരെയൊക്കെ നോക്കാറുണ്ട്. അവരൊക്കെ വളരെ മാന്യമായിട്ടാണ് ആളുകളോട് സംസാരിക്കുന്നത്. അപ്പോൾ അതിലെനിക്കൊരു അവരെ പറ്റി ഒരു കുറ്റം പറയാൻ ഒരു തവണ പോലും ഞാനൊരു മോശം പ്രതികരണം അവിടെ നിന്ന് എവിടെ നിന്നും കണ്ടിട്ടില്ല. അപ്പോൾ മോൻസാക്ക് എന്നോട് ചോദിക്കുന്നത്, പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി വന്നില്ലെങ്കിൽ ബില്ലുകൾ പാസ്സാവുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് പ്രശ്നം? അടുത്ത തിരഞ്ഞെടുപ്പ് മുതൽ ഈ രണ്ടുപേരെ ഒഴിവാക്കിയാൽ പ്രശ്നം തീരുമെന്നാണ് പറയുന്നത്. ഓക്കെ, മുരളി എന്നോട് പറയുന്നു രാഹുൽ ഗാന്ധിക്ക് എതിരാണെന്ന്. ഡൊണാൾഡ് ടക്ക് എന്നെ പ്രശംസിക്കുകയാണ്. അത് ഗുഡ് ക്വസ്റ്റ്യൻ ടു ഇടേ മുരളി ബൈ മനു ഓർ എൽസ് യു ആർ ഓൺലി ക്വസ്റ്റ്യൻ BJP സപ്പോർട്ടേഴ്സ് അഗ്രസീവ്ലി എന്ന്. അപ്പോൾ ഞാൻ സാധാരണ ഡൊണാൾഡ് ടക്ക് എന്നോട് ചോദിക്കുന്നത്, ഞാൻ സാധാരണ BJPക്കാരെ രൂക്ഷമായി ചോദ്യങ്ങൾ പറയാറുണ്ട്, പക്ഷേ ഇന്ന് ഞാൻ തിരിഞ്ഞു എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല, ഇത് എൻ്റെ ചോദ്യം മാത്രമല്ല, ഇത് BJPക്കാർ തന്നെ ഉന്നയിച്ചൊരു ചോദ്യമാണ്. പാർലമെൻറ്റിൽ മറുപടി വേണം എന്ന് പറഞ്ഞിട്ട് ആളുകൾ വരുമ്പോൾ പിന്നെ മറുപടി കേൾക്കാതെ ഇറങ്ങിപ്പോകുന്നത് ശരിയല്ല. നമ്മൾ ബഹളമുണ്ടാക്കി സംഗതികളെ അലങ്കോലമാക്കുക എന്നതിനപ്പുറത്തേക്ക് അത് ചർച്ച ചെയ്യണം എന്നൊരു നിലപാടാണ് എനിക്കുള്ളത്. അതിപ്പോൾ എന്നെ എന്തായാലും അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. സാധാരണ പക്ഷേ ഞാൻ BJPക്കാരെ എപ്പോഴും അറ്റാക്ക് ചെയ്യുന്നതാണ് ഡൊണാൾഡ് ടക്കിൻ്റെ പരാതി. അങ്ങനെ എനിക്കറിയില്ല. ഏതായാലും എന്നോടൊപ്പം ഷിജു ചോദിക്കുന്നു, കുറേ കോമാളികളെ പാർലമെൻറ്റിൽ ഏൽപ്പിച്ചിട്ട് പോയി എന്നൊക്കെയുള്ള പരാമർശങ്ങളൊക്കെ വരുന്നുണ്ട്. മൈക്കിൾ എന്നോടൊപ്പം ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. ശ്രീ മൈക്കിൾ. സാറേ നമസ്കാരം. നമസ്കാരം. ശ്രീ മൈക്കിളിനോടും സംസാരിച്ചിട്ട് കുറച്ച് ദിവസമായി തോന്നുന്നു അല്ലേ? കുറച്ച് ദിവസം സാറ് സംസാരിച്ച കുറച്ച് ദിവസമായി. ഞാൻ അവിടെ ഇടുക്കിയിൽ മഴയൊക്കെ ശമിച്ചോ മൈക്കിൾ? മഴ ഉണ്ട് സാറേ. ഇന്ന് പീരിമേട്ടിലൊക്കെ നല്ല മഴയാണ്. നമ്മള് പീരിമേടാണല്ലോ, അവിടെ നല്ല മഴയാണ്. അതെ. അവിടെ പിന്നെ മഴ പക്ഷേ രസമുള്ളൊരു മഴയാണെങ്കിൽ കുഴപ്പമില്ല. വലിയ ഭയങ്കരമായ മഴയുണ്ടോ? തണുപ്പ്. അതെ. തണുപ്പും അല്ല അങ്ങനെ ഇല്ല, പക്ഷെ മഴ ചെറിയ മഴയാണ്, നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പൊ ടൂറിസ്റ്റുകളൊക്കെ വീണ്ടും വന്നു തുടങ്ങിയോ? ഇപ്പൊ എന്താ സാറേ, ടൂറിസ്റ്റുകളൊക്കെ വീണ്ടും വന്നു തുടങ്ങിയോ? ടൂറിസ്റ്റുകളുണ്ട്. വാഗമണ്ണൊക്കെ നിറഞ്ഞു കഴിയുകയല്ലേ. ഓക്കെ, ഞാനിപ്പൊ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്താണ്. ഇന്നലെ രാത്രി എത്തിയത്. ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് എത്തി. ഇപ്പൊ എവിടെയാണ്? യാത്രയായിട്ട് വന്നാണോ? അതെ. അല്ല, ഞാന് ശരിക്കും പറഞ്ഞാൽ ഈ ഇടയ്ക്ക് ഇവിടെ ഉണ്ട് സാറേ. നമ്മുടെ മകൻ ഇവിടെ ഈ മാജിക് പ്ലാനറ്റിലാണ് പഠിക്കുന്നത്. ഓ, വെരി ഗുഡ്. മാജിക് പഠിക്കുന്നുണ്ടോ? മാജിക് അല്ല, അവന് മറ്റേ ഇതാണ്, ഈ മ്യൂസിക് ആണ്. ഉദ്ഘാടൻ സാറിന്റെ കേട്ടിട്ടില്ലേ മാജിക് പ്ലാനറ്റ്? വളരെ പ്രശസ്തമായ സ്ഥലമാണ്. അതെ, അവിടെയാണ്. അപ്പൊ മോൻ മ്യൂസിക്കൽ താല്പര്യനാണ് അല്ലേ? മ്യൂസിക്കൽ. അവന് മറ്റേ ഫ്ലവേഴ്സ് ചാനൽ കോമഡി ഉത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ്. മിടുക്കനാണല്ലോ. അപ്പൊ അതെ. അപ്പൊ മകനെ കണ്ടു. മകൻ എന്താ കൊടുത്തത്? ഇല്ല, മകൻ എന്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഇങ്ങനെ ലീവിന് പോകുന്നതാണ്. വീഡിയോ അവിടെ അന്നേരമാണ് വിളിക്കുന്നത് ഞാനേ. ഓ, അത് ശരി. പിന്നെ എന്നും ഞാൻ എന്നും കേൾക്കും. ഇത് കേട്ടിട്ടുള്ള പരിപാടിയേ ഉള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, കാരണം ഇത്ര ജനകീയമായ ഒരു വേറെ ഒരു പരിപാടി ഒരു ചാനലിലും ഇല്ല, ഒരു അടുത്തുമില്ല. സാധാരണക്കാരുടെ അഭിപ്രായം കേൾക്കുന്ന ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്നും ഞാൻ കേൾക്കും, എവിടെ ഇരുന്നാലും. ഓക്കെ, താങ്ക് യു മൈക്കിൾ. അപ്പൊ ഈ പാർലമെന്റിനകത്ത് ബഹളം നടക്കുന്നത് കാണുമ്പോൾ ശ്രീ മൈക്കിളിന് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് ഈ പാർലമെന്റ് സാറേ, വെച്ചാൽ വളരെ നമുക്ക് നമ്മുടെ രാജ്യത്തിന് തന്നെ അപമാനകരമായ കാര്യമാണ് പോകുന്നത്. എന്തിനാണ് ഇവരെ നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്നതെന്ന് തോന്നുക. എനിക്കൊരു ഇത് പറയാനുള്ളത് വെച്ചാൽ, ഒരു 3 പ്രാവശ്യം പാർലമെന്റിൽ പങ്കെടുക്കാത്തതിന് പിന്നെ അതിന്റെ വാദക്ക് കേട്ടിരുന്നതാണ്. പിന്നെ തെരഞ്ഞെടുക്കുകയും ചെയ്യരുത്. ഒരു തെരഞ്ഞെടുക്കുകയും ചെയ്യരുത്. അവനെ മത്സരിപ്പിക്കരുത് അവിടെ. എന്തിനാണ് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ നികുതി പണം കൊണ്ട് ദൂർത്തടിക്കാനായിട്ട് കുറെ പേരെ ഇങ്ങനെ പറഞ്ഞു വിടുന്നത്? അതിന്റെ ആവശ്യമില്ല. നമുക്ക് പറഞ്ഞു വിടുന്നതിന്റെ ഒരു ലക്ഷ്യമുണ്ടല്ലോ. നാടിന് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ പറഞ്ഞു വിടുന്നത്.
അവർക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അവരെ വീണ്ടും ഞാൻ പറയുന്നത് പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിപ്പിക്കുക എന്നുള്ള ഭാഗത്താണ്. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പം മകനോടൊക്കെ എൻ്റെ ആശംസകൾ അറിയിക്കണം. മ്യൂസിക്കിലൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സോ മച്ച് മൈക്കിൾ അവിടെ നിന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡൊണാൾഡൊക്കെ എന്നോട് പറയുന്നത്, ഗീത മേനോൻ, ഐ ബ്ലെയിം ദി ഒപ്പോസിഷൻ ആൻഡ് ഡോണ്ട് ബ്ലെയിം ആൻഡ് ഡു നോട്ട് ബ്ലെയിം ദ റൂളിംഗ് പാർട്ടി. ജസ്റ്റ് വാച്ച് സൺസദ് TV ആൻഡ് യു വിൽ സീ ദി ഒപ്പോസിഷൻ MPs ഇൻ ദ വെൽ ഓഫ് ദ ഹൗസ് ക്രിയേറ്റിംഗ് റക്കോസ് എന്നാണ് എന്നോട് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ഗീതാ മേനോനോടുള്ള ഒരു മറുപടിയാണ്. അപ്പോൾ ശ്രീമതി ഗീതാ മേനോൻ നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകയാണ്. അപ്പോൾ അവരും നമുക്കൊപ്പം ഉണ്ട് എന്നറിയുമ്പോൾ അതിൽ ഒരു സന്തോഷം. അപ്പോൾ ശ്രീ ബിജു എന്നോട് ഒപ്പം ചേർന്നിട്ടുണ്ട് കട്ടപ്പനയിൽ നിന്ന്. ശ്രീ ബിജു, നമ്മുടെ പാർലമെൻറ്റിലെ ആളുകളുടെ, ലോക്സഭയിലെ ആളുകളുടെ പ്രതിനിധികളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നതിനെക്കുറിച്ച് വലിയ കൂലങ്കഷമായ ചർച്ച നടക്കുകയാണ്. അത് ഏത് തരത്തിൽ വേണം എന്ന ചർച്ചയാണ്. ഡീലിമിറ്റേഷൻ, മണ്ഡല പുനർനിർണയം ചർച്ചയാവുകയാണ്. ജനസംഖ്യാനുപാതത്തിൽ ഇതിൻ്റെ എണ്ണം വർദ്ധിക്കണം. ഇനി എത്ര ആളുകൾ വർദ്ധിച്ചാൽ ഈ പാർലമെന്റ് നല്ല രീതിയിൽ നടക്കും ബിജു? എണ്ണം വർദ്ധിക്കുന്നതിലല്ലോ, ക്വാളിറ്റി വർദ്ധിക്കുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. അതെ, ഇത് വളരെ 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 ഒരു കറക്റ്റ് ഒരു ആൻസറാണ് കേട്ടോ. എണ്ണം കൊണ്ട് ഒരു കാര്യവുമില്ല. നിലവാരമുള്ള, ക്വാളിറ്റിയുള്ള, ഇതിന് കാര്യപ്രാപ്തിയുള്ള ആളുകളെയാണ് അങ്ങോട്ട് അയക്കേണ്ടത്, അല്ലേ? കറക്റ്റാണ്. അതെ അതെ, അതിനുള്ള ഒരു തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ നടക്കുന്നില്ലല്ലോ. അത് ആ ഒരു പ്രക്രിയയിൽ, അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയയിൽ പറ്റുന്ന വീഴ്ച എന്ന തരത്തിലേക്ക് ഇതിനെ നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഈ ജനപ്രതിനിധികളോട് ബിജു പറയാൻ ആഗ്രഹിക്കുന്നത്? സ്ഥിരമായിട്ട് ചർച്ച നടക്കേണ്ട ഗൗരവപരമായ വിദ്യകൾ വരുമ്പോൾ നല്ല രീതിയിൽ പ്രതികരണം. ഹലോ, ഓക്കെ, യെസ്. ആ ക്വാളിറ്റി നഷ്ടപ്പെടുന്നു. എണ്ണം വർദ്ധിക്കുന്നതിലല്ല കാര്യം ഇരിക്കുന്നത്. ക്വാളിറ്റിയിൽ ഉള്ളവരെ സെലക്ട് ചെയ്യാനായിട്ട് പൊതുജനങ്ങൾക്ക് കഴിയണം. യെസ്, അതാണ് വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. അപ്പോൾ എന്നോട് ഡൊണാൾഡ് ഡക്ക് പറയുന്നത് കിരൺ ഷുഡ് അപ്പോളജൈസ് എന്നാണ് പറയുന്നത്. കിരൺ ഇന്നലെ എന്തോ പൊതുവേദിയിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ബീങ് എ ജേർണലിസ്റ്റ് യു ഷുഡ് റിമെമ്പർ ഇന്നസെൻ്റ് അണ്ടിൽ പ്രൂവൺ ഗിൽറ്റി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതെന്താ പറഞ്ഞത് ഞാൻ കേട്ടില്ല, അപ്പോൾ ഞാൻ നോക്കിയിട്ട് പറയാം. സന്തോഷ് ഭാർഗവൻ പറയുന്നു, പ്രത്യേകിച്ച് പറയാൻ എന്തിരിക്കുന്നു, കൂവി തോൽപ്പിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ ശ്രീമതി ഇന്ദിര എന്നോട് പറയുന്നു, മനുവിനെ പോലെ വിവരമുള്ളവർ പാർലമെൻറ്റിൽ പോകണം. കൊള്ളാം. അപ്പോൾ ഇതിൽ രസകരമായൊരു കാര്യം, ഈ നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വിവരം നോക്കാൻ, ഞാൻ വിവരമുള്ള ആണെന്നല്ല അർത്ഥത്തിലല്ല പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഒരു ചരിത്രം വായിക്കുന്ന ഘട്ടത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ബാബാ സാഹേബ് അംബേദ്കറൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് പറഞ്ഞാൽ അതെന്താണ് അത് നൽകുന്നൊരു സന്ദേശം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബാബാ സാഹേബ് അംബേദ്കറിനെ പോലെയുള്ള ഒരു നേതാവിനെ പാർലമെൻറ്റിലേക്ക് അയക്കണം എന്ന് ബോധ്യപ്പെടാത്ത ഒരു ജനം ഇവിടെ ഉണ്ട് എന്നത് അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ഏതായാലും ഇതുപോലെ കഴിവുകളുള്ള, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ദീക്ഷണശാലികളായ മനുഷ്യരെ തിരഞ്ഞെടുക്കാൻ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ നമുക്ക് കഴിഞ്ഞേ മതിയാകും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ശ്രീ ഗോപാലകൃഷ്ണ കേശവൻ പിള്ളൈ ഇന്ന് കുറച്ച് വൈകിയാണ് പൊതുവേദിയിൽ വന്നിട്ടുള്ളത്. പക്ഷേ എന്തായാലും അദ്ദേഹം പൊതുവേദിയിൽ ഉണ്ട് എന്ന് അറിയുന്നു. പിന്നെ പപ്പു യാദവ് 40 കൊല്ലമായി അയാൾ സ്വതന്ത്രനായി ജനിക്കുന്നു എന്നതുകൊണ്ട് ആണ് എന്ന് മനു അന്വേഷിച്ചിരുന്നു. താങ്കൾ ന്യൂസ് 18 ഹിന്ദി ചാനലുകാരോടൊന്ന് ചോദിക്കണം, ഈ പ്രത്യേകിച്ച് പപ്പു യാദവ് എന്തുകൊണ്ട് ജയിക്കുന്നു എന്നതാണ്. പപ്പു യാദവ് സ്വതന്ത്രനായി ജയിക്കുന്നത് കുറേ കാലമായി ജയിക്കുന്നു. കൊലക്കേസ് പ്രതിയാണ്. അങ്ങനെ നിരവധി കൊലക്കേസ് പ്രതികൾ, ഈ പപ്പു യാദവിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എയർ ഹോസ്റ്റസിനെ അടിക്കാൻ പോകുന്നു, ചെരുപ്പൂരി. അതുപോലെ 32 വയസ്സുള്ള ഒരാളെ തട്ടിക്കൊണ്ടു പോയതിൻ്റെ ഒരു കേസുണ്ട്. COVID-19 വന്നപ്പോൾ ആ നിയമങ്ങളെല്ലാം ലംഘിച്ച് പോയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ പപ്പു യാദവിനെ പറ്റി ഞാൻ ഏതാണ്ട് ഉത്തരേന്ത്യയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ കേട്ട്, അവിടെ പഠിക്കാൻ പോയ സമയത്ത് തന്നെ കേട്ട് തുടങ്ങിയ ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് അന്ന് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന JNU എന്ന സർവകലാശാലയുടെ ഒരു ചെയർമാൻ ബീഹാറിൽ വെച്ച് കൊല്ലപ്പെട്ടു. ബീഹാറിൽ വെച്ച് കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ ബീഹാർ ഭവനിലേക്ക് മാർച്ച് ചെയ്തു. അവിടെ പല ആളുകളും അന്ന് തോക്കൊക്കെ എടുത്ത് വിദ്യാർത്ഥികളെ വെടിവെക്കാൻ വരുന്നൊരു സാഹചര്യമൊക്കെ ഞാൻ അങ്ങനെ ഓർത്തു പോകണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലം ബീഹാറിൽ ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോഴും ഈ പപ്പു യാദവ് ജയിക്കുന്നു എന്നതാണ് രസകരമായൊരു കാര്യം. വിൻസ് എന്നോട് ഒപ്പം ചേരുന്നു കോഴിക്കോട് നിന്ന്. ശ്രീ വിൻസ്, ഹലോ.
സാർ നമസ്കാരം. നമസ്കാരം മിൻസി. അപ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുക, പപ്പു യാദവ് 40 കൊല്ലമായി ജയിക്കുന്നു, പക്ഷെ ഞാനിപ്പോൾ നേരത്തെ നോക്കിയ എൻ്റെ ഒരു അറിവനുസരിച്ച് 41 കേസുകളിൽ പ്രതിയാണ്. ഈ പപ്പു യാദവാണ് അവിടെ. എന്റെ പേര് ജിൻസ് എന്നാണ്. ജിൻസ് ഓക്കെ ജിൻസ്. ഹലോ സാറേ, എനിക്ക് പറയാനുള്ളത് ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, അലമ്പ് കൊണ്ട് ഒരു കാര്യവുമില്ല. ഭരിക്കുന്ന പാർട്ടിയാണ്, പ്രതിപക്ഷമാണ്. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ജനങ്ങളാണല്ലോ. അപ്പൊ പരസ്പരം സഹകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലാണെങ്കിലും രണ്ട് ഭാവം അങ്ങനെയാ. പ്രതിപക്ഷങ്ങൾ എല്ലാവരും സ്നേഹത്തിൽ പോവുക, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ശരി, വ്യക്തമാണ് ജിൻസിൻ്റെ അഭിപ്രായം. ജിൻസ് കോഴിക്കോട് നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ ഏതായാലും ഞാൻ ഈ വിഷയം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ്? പാർലമെൻറ്റ് സമരം സർക്കാർ പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ ആരോപണമാണ്. ആരോപണം ശരിയാണോ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ 64% ആളുകളും കേന്ദ്ര സർക്കാരിനെയാണ് ഈ പോളിൽ കുറ്റം പറഞ്ഞത്. 36% അതിനെ അനുകൂലിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന 64% ആളുകൾ അതിനെ എതിർക്കുന്നു. ഏതായാലും പാർലമെൻറ്റ് പ്രവർത്തിക്കണം എന്നുള്ളത് അത് ഭരണപക്ഷത്തിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല, അത് പ്രതിപക്ഷത്തിൻ്റെയും മാത്രം ഉത്തരവാദിത്വമല്ല. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനുമൊക്കെ അതിൽ തുല്യ ഉത്തരവാദിത്വമാണ് ഉള്ളത്. ജനാധിപത്യത്തിൻ്റെ ഒരു പരമോന്നത വേദിയെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ ചോദ്യങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി നൽകണം. പ്രധാന വിഷയങ്ങളിൽ ചർച്ചയുണ്ടാകണം, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. പ്രതിഷേധിക്കാനും ഒക്കെ ആ പാർലമെൻറ്റിൽ പക്ഷേ നിയമപരമായ തടസ്സങ്ങളുണ്ടെങ്കിലും ആളുകൾക്ക് പ്രതിഷേധം അവരുടെ പാർലമെൻറ്റേറിയൻ രീതിയിൽ അവതരിപ്പിക്കാനൊക്കെയുള്ള അവസരമുണ്ടാവണം, സാവകാശമുണ്ടാകണം. സഭ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ബഹളം കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവില്ല. സംവാദത്തിലൂടെ, ചർച്ചകളിലൂടെ, നിയമനിർമ്മാണത്തിലൂടെ ആണ് നമ്മൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തേണ്ടത്. പാർലമെൻറ്റ് സ്തംഭിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഭരണപക്ഷത്തിൻ്റെയോ പ്രതിപക്ഷത്തിൻ്റെയോ മാത്രം സമയമല്ല, അത് ജനങ്ങളുടെ സമയമാണ്, ജനങ്ങളുടെ പണവും വിശ്വാസവും ഒക്കെയാണ്. അതുകൊണ്ട് ക്രിയാത്മകമായൊരു പാർലമെൻറ്റ് ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വർഷകാല സമ്മേളനം അവസാനിക്കാൻ ഇനി അധികം സമയമില്ല. ഏതായാലും അടുത്ത പാർലമെൻറ്റ് സമ്മേളനമെങ്കിലും കാര്യക്ഷമമാകും എന്ന് പൊതുവേദിക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ഈ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നമുക്ക് നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.